ഹലോ അസ്സലാമു അലൈക്കും. എനിക്ക് സത്യം പറഞ്ഞ ഒരു ക്ലാസ് എടുക്കാനുള്ളതൊന്നും തോന്നുന്നില്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയതിനും ഇൻവൈറ്റ് ചെയ്തതിന് ജോവറിന് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഓക്കെ, ഞാൻ അത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞത് കേൾക്കുന്നു, ഓഡിയബിൾ അല്ലേ? ഓക്കെ, എൻ്റെ പേര് അംബ്രാസ് എന്നാണ്. എൻ്റെ വീട് ചെറുപ്പുളശ്ശേരിയാണ്. ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് സ്വന്തമായിട്ടുണ്ട്, എഡെക്സ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. നെറ്റ് ക്വാളിഫൈഡ് ആണ്, അക്കാദമിക്കലി MBA ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 5 ഇയേഴ്സായി ടീച്ചിങ്ങിലുണ്ട്. ലാസ്റ്റ് കാസർഗോഡ് ഒരു MBA കോളേജിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യാറുന്നു. അതിന് മുമ്പ് ഐഡിയൽ ചെറുപ്പുളശ്ശേരി ഒരു കോളേജ് ഉണ്ട്, അവിടുത്തെ 3 ഇയേഴ്സായിട്ട് BBA ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് വർക്ക് ചെയ്യാറുന്നു. അതിന് മുമ്പ് ദുബായിൽ 2.5 ഇയേഴ്സ് വർക്ക് ചെയ്തത്. എൻ്റെ കോർപ്പറേറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷന് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വലിയൊരു ക്ലാസ്സിനുള്ള എനിക്കൊരു മൂഡില്ല. കാരണം വെച്ചെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കുടുംബക്കാരെ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെയുള്ള ഒരു ഡീലിംഗ് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചർക്ക് പറ്റുന്ന പോലത്തെ കാര്യങ്ങൾ. ഞാൻ ആദ്യം ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ പഠിക്കണം എന്നുണ്ടെങ്കിൽ? വേണോ? നിങ്ങൾ ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടോ? ഓക്കെ, പിന്നെ എന്തിനാ നമ്മൾ സ്കൂളിൽ പോണേ? ഞാൻ ഇതിലെന്തെന്നറിയോ, ഇതിലൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരോടും പറയുന്നത്. ഇതിൽ ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഉച്ച സമയം കുറേ നേരം ഈ സെഷൻ ഇരിക്കാൻ തുടങ്ങിയത് എനിക്കറിയാം. നമുക്ക് ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് പോവാം. അതിന് കുറച്ച് കാര്യങ്ങൾ കിട്ടണമെന്നിരിക്കാൻ ചെയ്തു തരാം. നമ്മൾ സ്കൂളിൽ പോകണത് പഠിക്കാൻ, കോളേജിൽ പോകണത് പഠിക്കാനല്ല. പിന്നെ എന്തിനാണ് കോളേജിൽ പോണേ? വൈബാക്കാൻ, പിന്നെ സോഷ്യലൈസ് ചെയ്യപ്പെടാൻ. വെരി ഗുഡ്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഗുഡ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞോളൂ. പൊട്ടത്തിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആരും പുറത്തു പറയില്ല നിങ്ങൾ മണ്ടത്തരം പറഞ്ഞത്. വേറെ എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോണേ? കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ. ഇപ്പം ഞാൻ ആലോചിക്കണ കാര്യം എന്നറിയോ, ഇപ്പോൾ ഇവിടെ പേരൻസ് ആയിട്ടുള്ള ഒരുപാട് പേരില്ലേ, അവർ പഠിക്കാനല്ല പിന്നെ എന്തിനാണ് ഇവർ ആലോചിക്കുന്നുണ്ടാവുക. ഉമ്മാരെപ്പാരെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഫോണിൽ ഒരു സാധനം ഉണ്ട് ഇപ്പോൾ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജനറേറ്റീവ് AI എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞ സാധനം. എൻ്റെ ടോപ്പിക് അതാ, ജനറേറ്റീവ് AI. ഇങ്ങൾക്കും അതിനോട് സംസാരിക്കുക. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഉമ്മാരോട് പറയുന്നുണ്ടോ, വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ഈ സാധനം ഓണാക്കിയിട്ടേ വെക്കുക. എന്തായാലും എല്ലാവരുടെ ഫോണിൽ നെറ്റില്ലേ? എല്ലാവരുടെ ഫോണിൽ നെറ്റും ഉണ്ടാവും, ഇതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ പേര് ജെമിനി എന്നാ. ChatGPT ഉണ്ട്, ജെമിനി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിനോട് ഇത് ഓണാക്കിയിട്ടേ നമുക്ക് അയലോക്കത്ത് താത്താരും വർത്താനം പറഞ്ഞ പോലെ ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് അറിയോ, ലോകകാര്യങ്ങളാവും. അല്ലെങ്കിൽ നമ്മൾ ഹലോ ഒരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞോ. എനിക്കിന്ന് കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞടിക്ക. എന്തൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടോ? ഇപ്പം ഇത് എന്ത് ചെയ്യാം, നമ്മളെ കുടുംബക്കാരോട് വർത്താനം പറഞ്ഞവർ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറയാണ് പാലക്കാട് ഇന്നത്തെ ന്യൂസ് എന്താ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉത്തരം ഇങ്ങനെ പറഞ്ഞുതരും നമുക്ക്. അപ്പം നിങ്ങൾ പറയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എനിക്ക് 9ന്റെ ഗുണനപ്പട്ടിക പഠിക്കണം, എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഇയാളോട് പറയാണ്, എനിക്ക് 9ന്റെ ഗുണനപ്പട്ടിക ഒന്ന് പറഞ്ഞിട്ടിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരും. അപ്പം നിങ്ങൾ പറയണം, എനിക്കത് മനസ്സിലായില്ല, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും പറഞ്ഞുതരും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ഇത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയും കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ സ്കൂളിൽ പോകാതെ തന്നെ കുട്ടികൾ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടെ പോകേണ്ടത് നമ്മളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കഴിവുകളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ആളുകൾ ലീഡർഷിപ്പ് ആയിക്കോട്ടെ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ആയിക്കോട്ടെ, നന്നായിട്ട് ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ ചിന്തിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ. ഇതൊക്കെയാണ് ഇനിയുള്ള കാലത്ത് മനുഷ്യന്മാർക്ക് വേണ്ടത്. മനസ്സിലായോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു, അറിയില്ലേ? ഒരു ഗുരു ഉണ്ടാവും, അയാൾ കീഴിൽ കുറേ എന്തുണ്ടാവും, കുറേ ശിഷ്യന്മാരുണ്ടാവും. ഇയാൾ ഒരു 5-10 വർഷം വരെ ട്രെയിൻ ചെയ്യും. അവരവരത്ത് വന്നുകൊണ്ട് അവിടുത്തെ പാത്രം കഴുകേണ്ടി വരും, വിറക് വെട്ടേണ്ടി വരും, അവിടുത്തെ പണിയൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കുട്ടികൾ എന്തുണ്ടാവും, പുറത്തു പോകും കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഉസ്താമാർ, ഇപ്പം നമ്മൾ ഗുരുക്കന്മാർ, ഉസ്താമാരത്തുണ്ടാവും കുറച്ച് ആൾക്കാർ. ഉസ്താമാർ അവർക്കുള്ള നോളജൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ പോകും, ദർസ് പോലെയൊക്കെ. കാലം മാറി,
നമ്മളെ ബ്രിട്ടീഷുകാരും ബാക്കിയുള്ള നമ്മളല്ല ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് സ്കൂളുകളുടെ തുടക്കം വരുന്നത്. സ്കൂളുകളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? നോളേജ് കൊടുക്കുക ആളുകൾക്ക്. എന്താ പറയുക, ഒന്നും ഒന്നും രണ്ടാ, അല്ലെങ്കിൽ ABCD, അല്ലെങ്കിൽ എന്താ പറയുക ഖരം ദ്രാവം വാതകം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലാണ് സ്കൂളുകളുടെ ഒരു മോട്ടീവ്. സ്കൂളുകൾ മനസ്സിലായോ? മനസ്സിലായിരുന്നില്ലേ? ഫസ്റ്റത്തെ എന്തായിരുന്നു? ദർസ് പോലെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളുകളായി. സ്കൂളിൽ വെച്ചെങ്കിൽ 10-50 പേരെന്ത് ചെയ്യാം, ഇങ്ങനെ ഇരുത്തിങ്ങാണ്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും അറിയുന്ന ഒരാളെന്ത് ചെയ്യും, കുട്ടികൾ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറഞ്ഞു കൊടുക്കും. അങ്ങനല്ലായിരുന്നു? ക്ലിയർ അല്ലേ? സംശയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെന്ത് ഭയങ്കര ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കണ പോലെ തോന്നുന്നുണ്ട്. മേ ബി എൻ്റെ തോന്നലാകാരം. അങ്ങനെ സ്കൂളുകൾ വന്നു. സ്കൂൾ ഇപ്പോൾ ഒരു 10-30 വർഷമായില്ല, 100-300 വർഷമായിട്ട് സ്കൂളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ആകെ മാറ്റം വന്നിട്ടുണ്ട്. സ്മാർട്ട് ബോർഡായിട്ടുണ്ടാവും. ചില സ്കൂളുകൾക്ക് AC ആക്കിയിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? പണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ തരാം. പണ്ട് ക്ലാസ്സിലുള്ള ആ ടീച്ചറിൽ നിന്ന് മാത്രമേ നമുക്ക് നോളജ് കിട്ടുള്ളൂ. ആ ടീച്ചർക്ക് മാത്രമേ നോളജ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, കോറിലേഷൻ. അല്ലെങ്കിൽ ഒരു കോറിലേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വേർഡാണ് ഞാൻ പറയാം. ഒരു വേർഡ് ഉണ്ട്, കോറിലേഷൻ എന്ന് പറഞ്ഞ സംഭവം, മാത്സിലുള്ളതാട്ടോ. അപ്പോൾ ഈ സാധനത്തിന് ഒരു കുട്ടിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആകെ ഒരു ഓപ്ഷൻ ആ ടീച്ചറോട് ചോദിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ പണ്ട് കാലങ്ങളിൽ. ഇനി അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താ, ലൈബ്രറി പോയിട്ട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട്, മേ ബി ആ പുസ്തകം ലൈബ്രറിയിൽ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലത്തെ. ചിലപ്പോൾ ആ കോറിലേഷൻ എന്ന് പറഞ്ഞ വേർഡ് വരുന്ന പുസ്തകം ലൈബ്രറിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ലൈബ്രറി പോയി ആ ബുക്ക് പേജ് ഏതാ ബുക്ക് എന്നറിയില്ല, ആ ബുക്ക് തിരഞ്ഞ് ആ പേജ് തിരഞ്ഞ് അത് മനസ്സിലാക്കേണ്ടിയിരുന്നു അല്ലേ? അങ്ങനെ തന്നെ അല്ലായിരുന്നു? ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ? 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം പറഞ്ഞു തരാണ്. അപ്പോൾ പറയണം എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരും. ഒന്നുകൂടി പറയും എനിക്ക് ഒന്നും മനസ്സിലായില്ല, ഇതൊരു 3 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അതുപോലെ പറഞ്ഞിട്ടെന്ന് ChatGPT-നോടോ ജെമിനിനോടോ പറഞ്ഞാൽ അത് 3 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്ത് തരും? പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആണ്, 1 രൂപ പോലും കൊടുക്കണ്ട നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും നോളേജുകൾ നമുക്ക് എന്താണ്, ഞാനിപ്പോൾ എനിക്ക് കൂടുതൽ പേരൻസിനെ പോലെയൊക്കെ ഫേസ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യണത്. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ഖുർആനിൽ പറയല്ലേ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ എന്ന് വായിക്കാനാണ് പറഞ്ഞേക്കണല്ലേ? വായിക്കാനാണ് പറഞ്ഞേക്കണത്. വായിക്കണം എന്തിനാ വായിക്കാൻ പറഞ്ഞേ? അറിവ് നേടാൻ അല്ലേ? അറിവ് നേടാൻ. ഇപ്പം ഉമ്മാർ എനിക്ക് 10-30 വയസ്സ് അല്ലെങ്കിൽ എനിക്ക് 10-40 വയസ്സ്, എനിക്ക് തന്നെ അറിവൊന്നും നേടണ്ട, അങ്ങനൊന്നും അല്ല. നിങ്ങളും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാനും വായിക്കാനും അറിയില്ല. ഇനിയുള്ള കാലത്ത് എഴുതാനും വായിക്കാനും അറിയില്ല, പ്രശ്നമല്ലേ? ഒരു സ്വിച്ച് നെക്കി സംസാരിച്ചാൽ മതി. സംസാരിക്കാൻ വൈകൂലേ? സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററി അറിയണം, അല്ലെങ്കിൽ MSFൻ്റെ ഹിസ്റ്ററി എനിക്ക് അറിയണം, മുസ്ലിം ലീഗിൻ്റെ ഹിസ്റ്ററി എനിക്ക് അറിയണം, എന്നാണ് MSF തുടങ്ങിയെന്നുള്ളതിനെ കുറിച്ച് അറിയണം. 1930 ഞാൻ ഇപ്പം ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. 1950 ശേഷം ഇങ്ങനെ സംഭവിച്ചു, ഇന്ന സംഭവിച്ചു, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഞാൻ ഇനി പാരൻസിനോടും കുട്ടികളോടും പറയുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, ഒരു വർഷം കേരളത്തിൽ എത്ര പേര് ഡിഗ്രി ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ, ഒരു വർഷം ഡിഗ്രിക്കാർ 3.5 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ മാത്രം ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. ഈ 3.5 ലക്ഷം കുട്ടികളുടെ ആഗ്രഹം എന്താക്കണം? കാശുണ്ടാക്കണം, നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ കുറേ രാജ്യങ്ങളിൽ കറങ്ങാൻ പോകണം, നല്ല വണ്ടി വാങ്ങണം, വീട്ടുകാരെ ഉമ്മാനും ഉപ്പാനൊക്കെ നല്ലത് നോക്കണം. അങ്ങനെ എല്ലാവരും ഏകദേശം ഒരു 90% കുട്ടികളുടെ ആഗ്രഹം തന്നെയല്ലേ കാരം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ആഗ്രഹം തന്നെയല്ലേ നല്ല രീതിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, ഇഷ്ടപ്പെട്ട ഫോണ് വാങ്ങണം, കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഏകദേശം ഇതല്ലേ. ഈ 3.5 ലക്ഷം കുട്ടികളുടെ ഒരു 3 ലക്ഷം കുട്ടികളെ ആഗ്രഹം ചിലപ്പോൾ തന്നെ കാരം. അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മാർക്കറ്റിൽ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഈ 3.5 ലക്ഷം കുട്ടികളാണ്. ഇന്ത്യ മൊത്തം 1 CRൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഡിഗ്രീനെ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇനിയുള്ള കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MBA പഠിച്ച കുട്ടിക്ക് ജോലിയില്ല. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? MSc പഠിച്ച കുട്ടിക്ക് ജോലിയില്ല, MA പഠിച്ച കുട്ടിക്ക് ജോലിയില്ല, MCOM പഠിച്ച കുട്ടിക്ക് ജോലിയില്ല. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ജോലിയില്ലാത്ത പ്രശ്നമല്ല, കോമ്പറ്റീഷൻ ഹൈ ആയിട്ടുള്ള പ്രശ്നമാണ്. പണ്ട് ഈ കൊപ്പത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൊപ്പത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നു കട നടത്തുന്നത്, അല്ലെങ്കിൽ 5 കാക്കാരുണ്ടായിരുന്നു. 5 കാക്കാർ ബില്ല് ചെയ്താനൊക്കെ അക്കൗണ്ട്സൊക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാർ വേണ്ടിയിരുന്നു. അപ്പോൾ കൊപ്പത്ത് ഒരു BCom പഠിച്ച ഒരാളുണ്ടാകുന്നില്ല. അപ്പോൾ BCom പട്ടാമ്പി കോളേജിൽ വേറെ ഏതെങ്കിലും കോളേജിൽ നിന്ന് BCom കഴിഞ്ഞവർക്ക് എന്തായിരുന്നു പെട്ടെന്ന് ജോലി കിട്ടിയെന്നില്ലേ? ഇപ്പോൾ കൊപ്പത്ത് ഈ 5 കട എന്തുണ്ടായി 50 കടയായി മാറി വിചാരിച്ചോ.
അന്ന് കൊപ്പത്ത് ബി കോമരില്ലാത്ത സമയത്ത് ഇപ്പോൾ ബി കോമത്ത് 500-300 കുട്ടികളാണ് കൊപ്പത്ത് ബി കോം കഴിഞ്ഞ കുട്ടികളെ. മനസ്സിലായോ? അതാണ് റിയാലിറ്റി. അപ്പോൾ ഈ 5 കടയിൽ നിന്ന് 50 കട ആയിട്ടുള്ളൂ. പക്ഷേ 5 ബി കോം ഉള്ളവർക്ക് ഇപ്പോൾ എത്ര ബി കോം? 500 ബി കോമരായി. അപ്പോൾ ആ ജോലി കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു മുതലാളിയാണ്, നിങ്ങളുടെ കയ്യിലൊരു പണിക്കാരനെ വേണം. ഒരു പണിക്കാരനെ വെച്ചപ്പോൾ ഇൻ്റർവ്യൂ 10 കുട്ടികൾ വന്നു. ഈ 10 കുട്ടികളുടെ കയ്യിൽ എന്തുണ്ട്? സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾ 10 പേർക്കും ജോലി കൊടുക്കുമോ? അതിലേറ്റവും അടിപൊളിയായിട്ടുള്ള ഒരാൾക്കല്ലേ ജോലി കൊടുക്കുക? ഓക്കെ, നിങ്ങളെങ്ങനെയാണ് അടിപൊളിയാണെന്നെങ്ങനെ മനസ്സിലാക്കുക? ഓനോട് സംസാരിക്കില്ലേ? ഓനോട് കാര്യങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ പണ്ടത്തെ സിനിമകളിൽ കിട്ടുന്നുണ്ടാവും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്ത് ആയിരുന്നു പ്രധാനമന്ത്രി. പണ്ടത്തെ ഇൻ്റർവ്യൂ അങ്ങനെ ഇരുന്നു. നമ്മൾ സിനിമകളിൽ കണ്ടാൽ മനസ്സിലാവും. പണ്ട് ജനറൽ നോളജ് നോക്കിയിട്ടാണ് ആളുകളെ ജോലിക്കെടുത്തിയത്. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നുണ്ട്? ജനറൽ നോളജ് നോക്കും. ഇപ്പോഴത്തെ കാലത്ത് ജനറൽ നോളജ് അല്ല നോക്കുന്നത്. അവർ ചോദിക്കുക, എൻ്റെ ബിസിനസ്സിൽ ഞാൻ കൊപ്പത്ത് നന്നായി ചെയ്യുന്നുണ്ട്, എനിക്കിനി പട്ടാമ്പിക്കോ പെരുന്തണ്ണക്കോ പോകണം, അല്ലെങ്കിൽ ചെറുപ്പശ്ശേരിക്ക് പോകണം, എനിക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണോ? എനിക്ക് എന്തുള്ളൂ? ജോലിയുള്ളൂ. ആ സമയത്ത് ബുക്കത്തെ കാര്യങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനേഷൻ പറഞ്ഞു കൊടുത്താലോ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താലോ എനിക്ക് ജോലി കിട്ടൂല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. അവർക്ക് എന്താ വേണ്ടത്? സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികളല്ല വേണ്ടത്. ഇതെന്താ കാരണം എന്നറിയോ? നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബ്രെയിൻസ്, ഏറ്റവും അടിപൊളി കുട്ടികൾ പഠിക്കുന്ന കോളേജിൻ്റെ പേര് ഏതറിയോ? ആർക്കെങ്കിലും അറിയോ? IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മദ്രാസ്, മുംബൈയിലൊക്കെ ഉണ്ട് IIT എന്ന് പറഞ്ഞ സംഭവം. അതാണ് അവിടെ ഒരു കോളേജിൻ്റെ പേരായിട്ട് IIT എന്നുള്ളത്. ഈ IIT കുറേ സ്ഥലത്തുണ്ട്, പാലക്കാടൊക്കെ ഉണ്ട്. പക്ഷേ ഈ IITകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത്? നിലവിൽ പഠിക്കണത്. ക്ലിയർ ആയോ? ഈ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കണ ഒരു പേപ്പർ, ഒരു സബ്ജക്റ്റ് ഉണ്ട് വിചാരിച്ചോ, ഒരു മാത്സ്, കണക്ക്. ഈ കണക്കിൽ ഏറ്റവും ടഫ് പേപ്പർ, ഏറ്റവും ടഫ് ഒരു എസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസിന് എസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതേണ്ടത്. നമ്മൾ മാക്സിമം ഒരു 15-20 മിനിറ്റ് ഒക്കെ അതിന് സമയം അലോക്കേറ്റ് ചെയ്യണം, മാർക്കിൻ്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് എസ് എഴുതേണ്ടത് IIT, ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പ് സ്കൂളിലത്തെ പ്രൊഫസർ ഉണ്ടല്ലോ, ടീച്ചർ ഉണ്ടല്ലോ, ഈ മാഷ് വന്നിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു 15 മിനിറ്റ് കൊണ്ട് എഴുതേണ്ടതാണ്. അവിടുത്തെ പ്രൊഫസർ വന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ പോലും 6-7 മിനിറ്റ് എടുക്കും 2 പേജ് അതിൻ്റെ ഉത്തരം കറക്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ. അതിലായിരിക്കും സംശയമില്ലല്ലോ. അതായത് ഏറ്റവും ടഫ് പേപ്പറിൽ ടഫ് ക്വസ്റ്റ്യന് അവിടുത്തെ മാഷ് ആൻസർ കണ്ടെത്തണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കൂലേ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കുക, ആ കോളേജിൽ IIT ഏറ്റവും ടോപ്പ് ബുദ്ധിയുള്ള ഏറ്റവും പഠിക്കണ കുട്ടി വന്ന് ആ ആൻസർ ചെയ്താണെങ്കിൽ മാഷിനേക്കാൾ ചിലപ്പോൾ 2-3 കൂടുതൽ മിനിറ്റ് എടുക്കുന്നുണ്ടാവും. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യന് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന സാധനം ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ 10 സെക്കൻഡ് കൊണ്ട് ആൻസറാണ്. 10 സെക്കൻഡ് കൊണ്ട് ഈ മാഷ് എഴുതുന്ന പോലെ 2-3 പേജ് വേണമെങ്കിൽ ആ പേജിക്ക് എന്ത് ചെയ്യാണ്? ആൻസർ നിങ്ങളെ കയ്യിൽ കിട്ടുകയാണ്, ഫ്രീ. ഒരു പോലും ചിലവ് ഇപ്പോൾ ഇല്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിലുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും അടിപൊളി കോളേജത്തെ അടിപൊളി പേപ്പർ 10 സെക്കൻഡ് കൊണ്ട് ഫ്രീ ആയിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ കുട്ടികളെന്തിനാ കമ്പനിക്ക് ആവശ്യം? പിന്നെ എന്തിനാ കുട്ടികളെ ആവശ്യം? ആ ബിസിനസ് ഓണർക്ക് എന്ത് ചെയ്തമായി 4 ഫോട്ടോ എടുത്താൽ പോരെ, ഉത്തരങ്ങൾ കിട്ടിയല്ലേ? മനസ്സിലായോ? പണ്ട് അക്കൗണ്ടിങ് ചെയ്യുക, നിങ്ങൾ കാരണവന്മാരുണ്ടാവും, കണക്ക് നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ആദ്യം വരവ് ചെലവ് അതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ എഴുതി പോകൂലേ? അതിന് അക്കൗണ്ടിങ് BCom പഠിച്ച എത്ര പേരുണ്ട് ഇവിടെ? BCom പഠിച്ചവരുണ്ടോ? ഒന്ന് കയ്യൊക്കെ പൊന്തിക്കും നിങ്ങൾ എന്താ അത്? ആ കുറേ ആളുകൾ BCom പഠിച്ചിട്ട് അതിന് പൊക്കൂല വിചാരിച്ച് നിൽക്കുകയാണോ? നോക്കാം, 2 പേരുണ്ട് കൊമേഴ്സ് പഠിച്ച് +2 കഴിഞ്ഞ കുട്ടികളെ കാര്യമല്ലേ. കൊമേഴ്സ് പഠിച്ചവരുണ്ടോ? ആ കൊമേഴ്സ് പഠിച്ചവർക്ക് മനസ്സിലാണ്ടാവും. നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലുകളിൽ നിന്ന് ജേണൽ ചെയ്ത് ലെഡ്ജർ ചെയ്ത് ട്രയൽ ബാലൻസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരു പ്രോസസ്സ് അല്ലേ? ഇതൊക്കെ ചെയ്യണ്ടേ? നമ്മളൊരു മാസം ജേണൽ ചെയ്താൽ പഠിക്കും അല്ലേ, അടുത്ത 2 മാസം കഴിഞ്ഞ് ലെഡ്ജർ ചെയ്താൽ പഠിക്കും, പിന്നെ എന്താ പറയുക, അപ്പോൾ ലെഡ്ജർ കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ്
ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മളെ ബില്ല് ഞാൻ ഇത്ര റുപ്യക്ക് പഞ്ചസാര മേടിച്ചു, ഇത്ര റുപ്യക്ക് ചായപ്പൊടി മേടിച്ചു എന്ന് വെച്ചാൽ ബാക്കി ബാലൻസ് ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്. പണ്ട് ധാരാ ചെയ്തിരുന്നത് ജേണൽ എഴുതി അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്ത് അതിൽ ട്രയൽ ബാലൻസ് കൂട്ടി എഴുതി. ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു 30 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നാട്ടിൽ നടക്കുന്ന സംഭവം. ഇനി ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തിനാ പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിലും പോക്കറ്റിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ കോളേജിൽ പോകുന്നത്? ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ സ്കൂളിലും കോളേജിലും പോകണമെന്ന് അറിയോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ സോഷ്യൽ സ്കിൽസ്, മനുഷ്യന് വേണ്ട സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്, മനുഷ്യന് വേണ്ട കഴിവുകളാണ്. കാരണം ആർട്ടിഫിഷ്യലായിട്ടുള്ള റോബോട്ട്സുകളൊക്കെ വരുന്നുണ്ട്, മെഷീൻസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് അറിയാം, നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്മാർക്ക് വേണ്ട സ്കില്ലാണ്. നന്നായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് വേണം. നന്നായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് എ ഐ കട്ടെടുക്കാൻ പറ്റുമോ? ഈ സ്കില്ല് എ ഐക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. നന്നായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇമോഷണലി ഡീൽ ചെയ്യാൻ വേണ്ടി പറയണം. ഈ എ ഐക്ക് ഇമോഷൻസ് ഉണ്ടോ? ഇപ്പോൾ ഒരാൾ പോകുമ്പോൾ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്, എ ഐക്ക് എന്തെങ്കിലും തോന്നുമോ? ഇനി എ റോബോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. നമുക്ക് വേണ്ട എന്താ, ഒരു മനുഷ്യത്വം, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലീഡർഷിപ്പ് സാധനമല്ലേ. ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേരെ ഒരു ഗോളിന് വേണ്ടി കണ്ട് എന്ത് ചെയ്യുക, കൂടെ നിർത്തി കൊണ്ടുപോവുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, ഈ രീതിക്കുള്ള കാര്യങ്ങൾ കൊടുക്കല്ലേ. ലീഡർഷിപ്പ് വേണം. പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്ത് നെറ്റ്വർക്ക് ചെയ്യാതെ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ കാണുന്ന ആളുകളിൽ നിന്നാണ് ഓപ്പർച്യൂണിറ്റി വരിക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ മാർക്സൊന്നും നിങ്ങൾക്ക് എന്ത് വരില്ല, ഓപ്പർച്യൂണിറ്റീസ് വരില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സർവേ പ്രകാരം പറയുന്നത് കമ്പനികളിലെ 83% ജോലികളും, ഒരു 100 ജോബ് വേക്കൻസി കമ്പനിയിലുണ്ടെങ്കിൽ 83% ജോബുകളും കമ്പനി പുറത്ത് വിടൂല. ഇൻറ്റേർണലി ആളുകൾ പേഴ്സണലി അറിയുന്ന ആളുകൾ നിങ്ങൾക്ക് എന്ത് ജോലി കൊടുക്കുക എന്ന് പറയുന്നത്. ഈ 83 ആളുകൾക്കും ജോലി കിട്ടാനുള്ള കാരണം അവിടെ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടല്ലേ, അവിടെ പരിചയം ഉള്ളതുകൊണ്ടല്ലേ. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ വരാനുള്ള റീസൺ എന്താ? ഇന്നിവിടെ ഇൻവൈറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? ഞാൻ നിങ്ങളുടെ MSFൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഞാൻ ഗസ്റ്റായിരുന്നു. പാലക്കാട് ജില്ലാ സമ്മേളനം ഉണ്ടായി ചെറുപ്പശ്ശേരിയിൽ. അപ്പോൾ അതിന് ഗസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ ക്ലാസ് എടുത്തത് ഇവർ കണ്ടു. ഓക്കെ, ഇയാളെ വിളിക്കാം. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് അവരെന്നെ ഇവിടെ വിളിച്ചുള്ളത്. എൻ്റെ നെറ്റിൻ്റെ PhD മാർക്ക് ഷീറ്റ് നോക്കിയിട്ടാണ് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇനിയുള്ള കാലത്ത് നിങ്ങൾ കോളേജിലും സ്കൂളിലും പോയിട്ട് നേടേണ്ടത്. അതിന് പറ്റുന്നൊരു കറക്റ്റ് പരിപാടിയാണ് ക്യാമ്പസ് പൊളിറ്റിക്സ് എന്നുള്ളത്. ഞാൻ ടീച്ചറാണ്, കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ടീച്ചേഴ്സും പല മാനേജ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട് ക്യാമ്പസ് പൊളിറ്റിക്സ് വേണ്ട എന്നുള്ളത്. ഞാനതിന് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ക്യാമ്പസ് പൊളിറ്റിക്സ് ക്യാമ്പസിൽ വേണം. കാരണം എന്താ വെച്ചെങ്കിൽ കുട്ടികൾക്ക് ഈ രീതിക്കുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ടീച്ചർമാർ പഠിപ്പിക്കുമോ? നമ്മൾ സ്കൂളിൽ പോണത് എന്തിനാ? ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് അല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ആരോ CA പാസ്സായൊരു കുട്ടി പറഞ്ഞു, ഭയങ്കര സന്തോഷം. CA പാസ്സായതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് പ്ലാൻഡ് ആണ്. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു ഗോളുണ്ട്. വിചാരിച്ചു CA കാരനാവണം, അല്ലെങ്കിൽ എനിക്ക് IIM അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ നീറ്റ് MBBSന് പോകണം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ നോട്ട്സും എല്ലാ ബുക്സും ഫ്രീ ആയിട്ട് നിങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഡിസിപ്ലിനാണ് ആൻഡ് കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഒരു CA കാരന് വേണ്ട പേപ്പേഴ്സ് ഉണ്ടാവും. ഈ പേപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇന്ത്യയിലെ ടോപ്പ് ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നോട്ട്സ് അടക്കം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഇപ്പം നിങ്ങളെ കുട്ടികൾ 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കണില്ലേ, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കണം, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് വേണ്ട നോട്ട്സൊക്കെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് യൂട്യൂബിലുണ്ട്. സംശയം ഉണ്ട് നിങ്ങൾക്ക്? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് ചായ പോയിട്ട് പഞ്ചസാര ഇടുക എന്നുള്ളതല്ലേ. ഈ സാധനം യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. നിങ്ങൾക്കൊരു ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇന്ന ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് ഇന്ന ചെയ്യണം, തേർഡ് സ്റ്റെപ്പ് ഇന്ന ചെയ്യണം. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലോകത്ത്
ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ ഏറ്റവും കാശുള്ള ബിസിനസ്മാൻ ആരാന്നറിയോ ഇപ്പം നിലവിൽ? എലൺ മസ്ക്. എലൺ മസ്ക് എന്ന് പറഞ്ഞ ആളെ ഡിഗ്രി ഏതറിയെങ്കിൽ ഡിഗ്രി ഏതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ്റെ ഡിഗ്രി ഏതറിയോ? ഓൻ MBA പഠിച്ചതോ അല്ലെങ്കിൽ BCom പഠിച്ചോ BB പഠിച്ചതല്ല, ഓൻ പഠിച്ചത് ഫിസിക്സാ. പക്ഷെ ഓനാണ് എന്ത്, ഓന്ന് വിളിക്കല്ല കേട്ടോ, ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. എലൺ മസ്ക് ആണ് എന്ത്, ലോകത്തിലെ ടോപ്പ് കാശുകാരൻ. ഓൻ പഠിച്ചത് സയൻസാ. ഓൻ്റെ കീഴിൽ ഇപ്പം എത്ര ലോകത്തിൽ എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് അതിൻ്റെ ഒക്കെ കറക്റ്റ് ഇപ്പോൾ നോക്കിയാലേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് എന്തെന്നറിയോ, ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കും ഏത് ഏരിയക്ക് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പോസിബിളാണ്. അത് എൻ്റെ ഏജ് എനിക്ക് 30 അല്ല എനിക്ക് 40, ഞാൻ 50-60 വയസ്സായിക്കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നോക്കിയേ, അങ്ങനെ ഒരു എക്സ്ക്യൂസേ ഇല്ല കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിലും 2022 ലോകത്തിൻ്റെ ടെക്നോളജിയിൽ വന്ന മാറ്റം ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ്. ജനറേറ്റീവ് AI എന്നുള്ളത്. പണ്ട് നമ്മളെ കാൽക്കുലേറ്റർ AI ആണ്. നമ്മൾ പണ്ടത്തെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ്. നമ്മൾ 8x9 അടിച്ച് ഉത്തരം വരുന്നില്ലേ, കൊടുക്കുന്നില്ലേ? നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് 8x9 = എത്ര എന്നുള്ളത്. ആ ഉത്തരം കറക്റ്റ് പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ചെയ്തു തരില്ലായിരുന്നു. പക്ഷെ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ, ഇതിൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എനിക്ക് എന്തെങ്കിലും ഇവിടെ ടോപ്പിക്ക് തന്നുള്ളത്? ആ പോസ്റ്ററെല്ലാം കണ്ടിരുന്നോ? നിങ്ങൾ പറ, സംഘാടകർ പറയണ്ട. നിങ്ങൾക്ക് ഒന്നുണ്ടാകുമ്പോൾ ഇയാളെന്ത് ഈ ടെക്നോളജി AI മെഷീൻ എന്നൊക്കെ പറയണത്, എനിക്ക് തന്ന ടോപ്പിക് എഡ്യൂക്കേഷൻ പ്ലസ് AI എന്നുള്ള ടോപ്പിക്കല്ല ഞാൻ സംസാരിക്കണം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞ സാധനം വന്നത് അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാണ്. ഞാൻ ഇന്ന് കൊപ്പത്തേക്ക് MSFൻ്റെ KMCSൻ്റെ പ്രോഗ്രാമിന് പോവാണെന്ന് ChatGPT പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അടുത്ത കൊല്ലം ഞാൻ ചോദിക്കുകയാണ് എൻ്റെ പ്രീമിയം അല്ലെങ്കിൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഗസ്റ്റ് 16 2005 എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറഞ്ഞുതരും നിങ്ങൾ കൊപ്പത്തേക്കാ പോയി എന്നുള്ളത്. മനസ്സിലായോ? അതാണ് ജനറേറ്റീവ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യും. ക്ലിയർ ആയോ? ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തുണ്ടാവും, അത് അടിപൊളിയായി കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുള്ളൂ എന്നറിയോ? 3 വയസ്സായിട്ടുള്ളൂ. വെറും 3 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാണ്ടാവും എത്രത്തോളം അടിപൊളി. അപ്പോൾ VO3ൻ്റെ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ? പക്ക ഒരു എന്താ പറയുക, ഒരു വീഡിയോ എടുക്കുന്ന പോലെ ആയി വരുന്നുണ്ട്. വെറും 3 വയസ്സായിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ 18 വയസ്സാണെങ്കിൽ 28 വയസ്സാകുമ്പോൾ ഒരു 10 വർഷം കൂടി കഴിയുമ്പോഴത്തേന് എങ്ങനെ ആവും എന്നുള്ളത് ജസ്റ്റ് ലോജിക്കലി ആലോചിച്ചാൽ മതി. ചൈനയിൽ ഡോക്ടേഴ്സിന് AI ഡോക്ടേഴ്സ് ഉള്ള ഹോസ്പിറ്റൽ ഓപ്പണായി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുന്ന ആരെങ്കിലും? കേട്ടിട്ടുണ്ടാകുന്നല്ലേ? ഒരാളെങ്കിലും കേട്ടു, അല്ലെങ്കിൽ ഞാൻ തള്ള വിചാരിക്കുമല്ലോ. ശരിക്കും AI ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ചൈനയിൽ ഹോസ്പിറ്റൽ തുറന്നു. ഡ്രൈവറില്ലാത്ത കാറുകളുണ്ട്. ഡ്രൈവറില്ല, ടെസ്ലൻ്റെ ഒക്കെ ഓട്ടോ പൈലറ്റ് കാറുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? നമ്മൾ നേരെ കാറ് കയറിങ്ങാണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് അതുപോലത്തെ മാപ്പ് ഉണ്ടാവും. നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ വണ്ടി കടന്ന് ഉറങ്ങിയാൽ മതി. വണ്ടി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ പോയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് വിളിക്കും. മനസ്സിലായോ? ഇത് പറയുമ്പോൾ നമുക്ക് മായാജാലം എന്നല്ല, ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ് ലോകത്ത്. നമ്മളിതൊന്നും അറിയില്ല. നമ്മൾ നോക്കണത് അയലോകത്തെ അടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമുക്കെല്ലാം പഠിക്കാം. പക്ഷെ ഇക്ര എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലേ നോളജ് ഉണ്ടാവുള്ളൂ. എൻ്റെ ഉമ്മ ഇപ്പോഴും തുന്നപ്പണിക്ക് പോകുന്ന ആളാണ്. തുന്നപ്പണിക്ക് പോകുള്ള എൻ്റെ വീട്ടിൽ തന്നെ തുന്നുന്ന ഒരാളാണ്. എൻ്റെ വാപ്പ ഹോട്ടലിലായിരുന്നു കുവൈത്തിൽ. എനിക്ക് SLCയിൽ 52% മാർക്കുള്ളൂ. എന്നാലും മാർക്കുള്ള കാര്യം മിക്കവാറും കുട്ടികളെന്ന് എനിക്കൊരു സംശയമില്ല. 52 കുറവുള്ള SLCയിൽ മാർക്കുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണ്ട, ഇല്ലാന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നാലും അടിപൊളി കുട്ടികളല്ലേ നിങ്ങൾ, അല്ലേ? അപ്പോൾ നമുക്കതൊരു കൊട്ട് കിട്ടും, ഒരു റിയലൈസേഷൻ വരാണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് 1,00,000 മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാനിത് പറയുന്നതെന്നറിയോ, അനക്ക് പറ്റുമെങ്കിൽ ഇക്കും പറ്റും. ആ കുട്ടി CA എടുത്തുകയാണെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കും പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്ന് മാത്രം. ഇപ്പം നിങ്ങൾ പറയാം, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് ഉമ്മാരായിക്കോട്ടെ ഉപ്പാരായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, എനിക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് വല്ല സംസാരിക്കണ്ട, നിങ്ങൾ ABCD പഠിച്ചാൽ മതി. ABCD
Z വരെ പഠിച്ചോ, അത് മതി. ഒന്നാമത്തെ ദിവസം അത് മതി. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് ഈസും വാസും അല്ലെങ്കിൽ വവ്വൽസ് അറിയണ്ടല്ലേ, സൗണ്ട്സ് വവ്വൽസ് അറിയില്ലേ, AEIOU, ഈ സൗണ്ടുകൾ ഇങ്ങനെയാണ്, അത് പഠിച്ചാൽ മതി. ആരോ പോവാണ് നിർബന്ധിക്കണോ? എടാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? മൂന്നാമത്തെ ദിവസം ഈസും വാസും അങ്ങനെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് പോയി. നമ്മൾ ടാർഗറ്റ് നാളെ തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സംസാരിക്കണം എന്നാണോ? നാളെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണോ? അല്ല, നമുക്ക് പതുക്കെ ഞങ്ങൾ ടൈം എടുത്തു. ഒരു 2 മാസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉഷാറാക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആളോട് സംസാരിക്കുക, എനിക്ക് ഇംഗ്ലീഷ് ഒരു 2 മാസം കൊണ്ട് 60 ദിവസം കൊണ്ട് പഠിക്കണം, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും എന്ന് പറയാം. ഒരിക്കലും നോ എന്ന് പറയില്ല. എന്നിട്ട് അതിനോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും മലയാളം പറഞ്ഞത് പഠിച്ചിട്ടാണോ? കിതാബിൽ പഠിച്ചിട്ട് മലയാളങ്ങൾ പറയണത് ആണോ? മലയാളങ്ങൾ അടുത്ത എന്ത് വേർഡ് പറയണം നിങ്ങൾ ആലോചിക്കുമോ? ഗ്രാമർ ആലോചിക്കുമോ? പ്രൊനൗൺസിയേഷൻസ് ആലോചിക്കുന്നുണ്ടോ? ഒന്നും എങ്ങനെ നിങ്ങൾ ഇത്ര അടിപൊളിയാണ് മലയാളം പറയണേ? ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളാരും പഠിപ്പിച്ചെന്നല്ല, നിങ്ങൾ പഠിച്ചത് ഒബ്സർവേഷനിലൂടെയാണ്. എൻ്റെ ഉമ്മ, ഫസ്റ്റ് നമ്മൾ വിളിക്കണവരെ ഉമ്മ എന്നല്ല വിളിക്കുക. ഫസ്റ്റ് കുട്ടികളധികം ഉമ്മ എന്നല്ല പേര് പറയണത്. അത് കാരണം എന്താണെന്നറിയോ? ഉമ്മയുടെ കുട്ടി എന്ന കുട്ടി ഇങ്ങനെ കേട്ട് കുട്ടി ഫസ്റ്റ് പറയുന്ന വേണം, അതുകൊണ്ടാണ്. അല്ലാതെ മാജിക്കും അല്ല. ഇപ്പോൾ വളർത്തുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പാൻ്റെ കുട്ടി തന്നെ കുട്ടി ഫസ്റ്റ് ഇപ്പാന്ന് പറയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ മൈൻഡ് ഉണ്ട്. സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? സൈക്കോളജി പഠിക്കുന്ന ആരെങ്കിലും? അവർക്ക് അറിയുന്നുണ്ടാവും. 2 പേരുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ മൈൻഡിൻ്റെ വർക്കിംഗ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഫീഡ് ആവുന്നത് അത് നിങ്ങൾ ആലോചിക്കാതെ പറയും. സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവുന്നത്. ഇപ്പം നിങ്ങളെ മലയാളം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കണമെന്ന് അറിയോ? നമ്മുടെ ഫോണിൽ മെമ്മറി ഇല്ലേ? അതേപോലെ മെമ്മറി നമ്മുടെ ബ്രെയിനിലുണ്ട്. മനസ്സിലായോ? ഈ മെമ്മറിയിൽ ഫീഡ് ആവുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്താൽ ഫീഡ് ആവും അല്ലേ? ഓർത്ത് വെക്കൂലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ കല്യാണത്തിനൊന്ന് ജസ്റ്റ് കണ്ണടച്ച് ആലോചിച്ച് നോക്കും. ജസ്റ്റ് കണ്ണടക്കുക എല്ലാവരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണത്തിൻ്റെ ഇമേജ് ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഓർമ്മയ്ക്ക് വന്നില്ലേ? എന്തെങ്കിലും ഒരു ഇമേജ് വന്നില്ലേ? ഈ സാധനം എവിടുന്ന് വന്ന്? നിങ്ങളുടെ ബ്രെയിനിൽ എവിടെയെങ്കിലും സ്റ്റോറി സബ് കോൺഷ്യസ് ഫീഡായ സാധനം വരികയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ലാംഗ്വേജ്, അതായത് മലയാളം മദർ ടങ്ക് ഫീഡ് ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ചോദിക്കുമ്പോൾ അത് നല്ലൊരു അടിപൊളി ഐഡിയ ആണല്ലോ, എങ്ങനെയാണ് ഏത് പെൻഡ്രൈവിൽ കുത്തിയിട്ടാണ് റീചാർജ് അല്ലെങ്കിൽ കയറ്റണമെന്ന് തോന്നുന്നില്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജോ ഏത് സംഭവം ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം ലിസൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ നാട്ടിൽ പ്രവാസികളുണ്ടല്ലോ ഒരുപാട്. ഈ പ്രവാസികൾ അറബി പറഞ്ഞു കേട്ടില്ലേ? അറബി എഴുതാൻ പറഞ്ഞോക്കൊണ്ടു. അറബി അവരോട് എഴുതാൻ പറഞ്ഞോക്കൊണ്ടു. ചില ബോർഡ് വായിക്കാൻ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ നന്നായിട്ട് അറബി അറിയും. നമ്മളെ ആൾക്കാർ ദുബായ് പോയ ആൾക്കാർ ഹിന്ദി സംസാരിക്കും അല്ലേ? കേട്ടില്ലേ? ഇംഗ്ലീഷൊക്കെ സംസാരിക്കണ്ടില്ലേ? അവരിത് എങ്ങനെ ചില കേട്ട് പഠിക്കണതാണേ. നമുക്ക് ഈ ലോകത്തുള്ള ഏത് സാധനവും പഠിക്കാൻ പറ്റും. ഈ ലോകത്തുള്ള ഏത് ടഫ് സബ്ജക്റ്റും നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ? ഫസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? എന്താണ് അതെന്ന് ചോദിക്കുക. മനസ്സിലായോ? നിങ്ങൾ ഇനിയൊരു ടീച്ചർ ഈ പോയിന്റ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആ ടീച്ചറോട് ചോദിക്കുക, എന്താണ് ടീച്ചറെ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ടീച്ചർ പറഞ്ഞു തരുന്ന ഡെഫിനീഷൻ മനസ്സിലായോ? ഞാൻ ഒരു എക്സാമ്പിൾ കാറിനെ കുറിച്ച് പറഞ്ഞുതരാം. കാറ് എന്ന് പറഞ്ഞാൽ, കാറിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് കേട്ടോ. കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവലിൻ്റെ ബേസിൽ 4 ടയറുള്ള ആളുകളെ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ്റെ പേരാണ് കാറ്. കുട്ടികൾക്ക് മേ ബി മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ടീച്ചറെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ മതി. എക്സാമ്പിൾ അപ്പോൾ ടീച്ചർ കാണിച്ചു തരാണ് 4 ടയറൊക്കെ വരച്ചിട്ട്. ഈ ഒരു പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ടോപ്പിക്കും പഠിക്കാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ഡെഫിനീഷൻ എന്താണെന്നുള്ളത്. ടീച്ചറോട് സെക്കൻഡ് ചോദിക്കണം അതിൻ്റെ മീനിങ് എന്താ, അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക. അതും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തരുമോ, റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ. ഈ 3 ഉത്തരവണി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏതൊരു സാധനം പഠിക്കാൻ പറ്റും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എക്സാമ്പിൾ ലൈവായിട്ട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അതിൽ സമയം പോകണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
ഫസ്റ്റ് ഒരു ടീച്ചർ ഒരു ടോപ്പിക് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കോറിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്, ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മാത്സിലൊരു ടോപ്പിക്കാണ്. രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാനുള്ള. അപ്പോൾ കോറിലേഷൻ്റെ ഡെഫിനീഷൻ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മേ ബി നമുക്ക് എല്ലാവർക്കും അതിനുമാത്രം ബുദ്ധി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാതൊന്നും മനസ്സിലാവില്ല. കുഴപ്പമില്ല. ടീച്ചർ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതാണ്, മനുഷ്യന്മാരെ കൈയും ഹൈറ്റും ഒരേ വലിപ്പമാണ് വരിക. അപ്പോൾ നിങ്ങളാലേക്കും അതെങ്ങനെ ശരിയാവും നോക്കും. മെഷർ ചെയ്ത് നോക്കിയും ഏകദേശം ഒരേ ചെറിയ സെൻറ്റിമീറ്റർ മാത്രം വ്യത്യാസം. ഇപ്പം എൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഞാൻ 161 സെൻറ്റിമീറ്റർ എൻ്റെ ഹൈറ്റ്. എൻ്റെ കൈയിൻ്റെ വീതി നോക്കുമ്പോൾ 161 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 167 സെൻറ്റിമീറ്റർ വരും. ഇത് തമ്മിലുള്ള റിലേഷനാണ് കോറിലേഷൻ. അത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് വേരിയബിൾ തമ്മിലുള്ള അതിൻ്റെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യണതാണ് എന്ത്, കോറിലേഷൻ. മനസ്സിലായില്ലേ? നിങ്ങളോട് നാളെ ഒരാൾ ചോദിക്കുകയാണ് എന്താ കുട്ടിയെ കോറിലേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ? രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ ടെസ്റ്റ് ചെയ്യണതാണ് കോറിലേഷൻ. ക്ലിയർ ആയോ? ഇതെന്ത് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഡെഫിനേഷൻ പറഞ്ഞു, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഈ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ എക്സാമ്പിൾ ഒരു റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതരല്ലേ ഞങ്ങൾക്ക് ഓർമ്മ വരില്ലേ? കൈയും കാലിൻ്റെ നീളം, രണ്ട് വേരിയബിളിൻ്റെ നീളം നോക്കണതാണ് കോറിലേഷൻ. ഈ രീതിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏതൊരു സാധനം പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളിയും. ഞാൻ വെറുതെ കുറച്ച് അഹങ്കാരമല്ല കുറച്ച് കാര്യം പറഞ്ഞു. ഞാൻ ഇതുവരെ പഠിപ്പിച്ച കുട്ടികൾ തോറ്റിട്ടില്ല. ഞാൻ BCom ഇൻകം ടാക്സ് ആൻഡ് GST ഇൻകം ടാക്സ് ഒക്കെ പഠിപ്പിച്ചു. അതായത് BCom ഏറ്റവും ടഫ് സബ്ജക്റ്റ് പഠിപ്പിച്ച ഒരാളാണ്. ഞാൻ ഇതുവരെ പഠിപ്പിച്ച കുട്ടികൾ തോറ്റിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ഇത്ര സ്റ്റേജിൽ ഇപ്പോൾ ഇവർ വീഡിയോ എടുക്കുന്നുണ്ടാവും, ഇതൊക്കെ എൻ്റെ കുട്ടികൾ കാണണല്ലേ. ഞാൻ അത്രയും അധികാരമായിട്ട് പറയണത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തോൽക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ ഞാൻ അവർക്ക് ഈ ഒരു മെത്തേഡിൽ പഠിപ്പിച്ചു കൊടുക്കണത്. ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ കുട്ടികൾക്ക് ഈ മെത്തേഡിൽ. പിന്നെ ഒരു കാര്യം തരാം, ഉണരു ഉപഭോക്താവ് എന്നൊരു പരസ്യമുണ്ട് അല്ലേ? നിങ്ങളാരും കേട്ടുക്കണം ഒരു ഉണരു ഉപഭോക്താവ് എന്നുള്ളത്. ഞാൻ ഓപ്പൺലി പറയാം, ഞാൻ നിങ്ങൾ പാരൻസിനെ അവിടെ ഇരുത്തിയും കണ്ടു പറയാണ്, നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ ഇരുന്ന കുട്ടികൾക്ക് പഠിക്കണം എന്നില്ല. ഞാൻ ഒരു ടീച്ചറായിട്ട് പറയാണ്, നമ്മളെ കോളേജുകളിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് പഠിക്കണം എന്നില്ല. സീരിയസ്ലി. ഓക്കെ, എന്നാൽ പഠിക്കണ്ട, ഓള് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള അവർക്ക് സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം ചെയ്യണം, അതും ചെയ്യണ്ട. അവർക്ക് വരണം, കുറച്ച് വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, കുറച്ച് ഫോട്ടോ എടുക്കണം, ഭയങ്കര അടിപൊളിയാണ് കോളേജ്. ഈ പാവങ്ങൾ ആരൊക്കെ പറഞ്ഞ് പറ്റിച്ചിക്കാണ്. ശരി, കോളേജ് വൈബൊന്നും ആസ്വദിക്കണവർ. ഞാൻ അങ്ങനത്തെ കുട്ടികൾ പറഞ്ഞത് കോളേജിൽ ഈ കലോത്സവങ്ങൾ വരുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ വരിക, ആർട്സ്, സ്പോർട്സ്, സെലിബ്രേഷന്, അങ്ങനത്തെ ക്ലാസ്സിൽ സെമിനാർസുകളൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഡിബേറ്റുകളൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ ഒരുപാട് പരിപാടി ഉണ്ട്. അതൊന്നും അവർ എൻജോയ് ചെയ്യൂല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് കുറച്ച് റീൽ എടുക്കണം. റീൽ പറയാൻ മനസ്സിലായി, ചെറിയ സതുരക്കട്ടയിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉള്ളേ, അത് ഏറ്റവും നല്ല. ഈ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, എടാ ഏതാ അടിപൊളി കോളേജ് നിങ്ങൾ. ഞാൻ പേരൻസിനായിട്ട് ക്ലാസ് എടുത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടീനോട് ചോദിച്ചാൽ മതി ഏതൊരു അടിപൊളി കോളേജ് എന്ന് ചോദിച്ചാൽ പറയും ഇന്ന കോളേജാണ്, ഇന്ന കോളേജാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞു അവിടെ അടിപൊളി റീലുണ്ടെന്ന് പറയും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളിയും. കാരണം കുട്ടികൾക്ക് അറിയുന്നില്ല. ഞാൻ പറയുന്നത് ഉപഭോക്താക്കൾ നിങ്ങളാണ് അല്ലേ? നിങ്ങളെ പറ്റിക്കും കുട്ടികളെ പറ്റിക്കും ഭയങ്കര സുഖമാണ്. ഞാൻ ഇപ്പോൾ ഡിഗ്രി പഠിച്ച എത്ര പേരുണ്ട് ഇതിൽ? ഓക്കെ, ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 6 സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഈ 6 സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 5 പേപ്പർ ഉണ്ടെങ്കിൽ 30 പേപ്പർ നിങ്ങൾ എഴുതിയില്ലേ? 6 പേപ്പർ ഉണ്ടെന്നോ? 6 പേപ്പർ, 5 പേപ്പർ 30 പേപ്പർ എഴുതിയില്ലേ? ഈ 30 പേപ്പറിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ഒരു 10ൽ നിങ്ങൾ ആൾക്കാരോട് ചോദിച്ചാണെങ്കിൽ ഒരുപാട് പേര് സിലബസ് കണ്ടിട്ടുന്നില്ല. ഞാൻ തമാശ പറഞ്ഞല്ല. നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇയാൾ SNGS ഗവൺമെൻറ് കോളേജിലെ പഠിച്ച് മേ ബി ടീച്ചേഴ്സ് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ടാവും. നമ്മളെ കുട്ടികളെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു സിലബസ് ഉണ്ട്. ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കേട്ടോ. ഈ പഠിക്കേണ്ട പേപ്പർ എടുത്തുങ്ങാണ്ട് ടീച്ചർ ഇത് എടുത്തു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആന്ന് പറയും. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അതെടുത്തോ? ചോദിക്കൂല. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ ടെസ്റ്റ് എടുത്തിക്കോളി. ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചെങ്കിൽ, ഒരു ബുക്ക് ഒരു സബ്ജക്റ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് കുട്ടികൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിലോ നിങ്ങൾ ഇനി പേരൻസിലുള്ളവരോ നിങ്ങൾ കുട്ടികളോട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ആദ്യം മനസ്സിലാക്കി വെക്കുക. പുസ്തകം ഉണ്ടാവില്ലേ, ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ബുക്കിൻ്റെ മുമ്പിൽ ഫസ്റ്റ് പേജുകൾ എഴുതേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് സിലബസ്. ആ കുട്ടി ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അത് എഴുതി വെക്കണം. മക്കളെ എങ്ങളോടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. 100% ഉറപ്പാണ് പറഞ്ഞത്. നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് അറിയോ? ടീച്ചർ ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം എടുക്കൂലേ? അപ്പോൾ ടിക്ക് ഇടുക. ഈ സാധനം എടുത്തു, ഈ സാധനം എടുത്തു,
ഈ സാധനം എടുത്തു, അതിൻ്റെ ഇടയിൽ ഒരു സാധനം എടുത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ടീച്ചർ അത് എടുത്തില്ലല്ലോ എന്താ എടുക്കാത്തെന്ന് ചോദിക്കണം. എന്നാൽ അവരെന്ത് ചെയ്യും? അത് പ്രിപ്പയർ ചെയ്തിട്ട് വരും, അതവർ പ്രിപ്പയർ ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്കിപ്പ് ചെയ്യും, മടിയന്മാരാണ്. കാരണം മടിയന്മാരാക്കിയത് കുട്ടികൾ കേട്ടോ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 10 പേരുണ്ട്. ഈ 10 പേര് ടീച്ചർ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക, ടീച്ചർ ജേണലിൽ ഇങ്ങനെ ചെയ്ത് എങ്ങനെ ആവില്ല, ക്രെഡിറ്റ് എന്തുകൊണ്ട് ഇതാക്കി, അല്ലെങ്കിൽ എന്താ കോറിലേഷൻ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ടീച്ചർമാർ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി അടിപൊളിയാവും. ഇത് കുട്ടികൾ മടിയന്മാരാവുന്ന വെച്ചിട്ട് ടീച്ചർമാർ എന്താവുന്നുണ്ട്? ഇവിടെ ആരെങ്കിലും ടീച്ചർമാരുണ്ടോ? ട്യൂഷനിലുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞല്ലോ, അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് നിങ്ങൾ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ AI കുറിച്ചിട്ട് ഞാൻ ഏകദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. AI എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണ, നമ്മളിപ്പോൾ ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് AI എന്താണെന്നൊന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് കൂടെ കല്യാണത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആലോചിക്കുമ്പോൾ അപ്പം നിങ്ങളെ മൈൻഡിലേക്ക് വന്നില്ലേ? ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം ഇതുകൊണ്ടാണത്. അതുപോലെ നിങ്ങൾ പറയാണ് പച്ച കളറിലൊരു കാറ്, നിങ്ങൾ കുറച്ച് മൈൻഡ് കൂടി ഒരു പിക്ചർ പോയില്ലേ? ഇതിനാ ടൈപ്പ് ചെയ്യാണ്, ഒരു പച്ച കളറിലെ കാറ് ചുവപ്പ് റോഡ് കൂടി പോകണമെന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ സാധനം കാണിച്ചു തരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ടർ സ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്നു. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ രീതിക്ക് മനുഷ്യൻ്റെ ബ്രെയിനില്ലേ, ഈ ബ്രെയിനിനെ ആർട്ടിഫിഷ്യലി മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെന്ത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഒരു പ്രത്യേകതയും കൊടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഫീഡ് ചെയ്യുന്ന സാധനം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനം മാത്രമേ തിരിച്ചു പറയുന്നുള്ളൂ. ഇപ്പം അങ്ങനല്ല. ഇപ്പം അതിനെ റിസർച്ച് ചെയ്തിട്ട് അതിനെ ബാക്കിയുള്ള ആളുകൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റ എടുത്തിട്ട് അതിനെല്ലാ കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? അത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുള്ളൂ? ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ബുദ്ധി ആയിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 30 വയസ്സുകാരാകുമ്പോഴത്തിന് എങ്ങനെ അടിപൊളിയാവും എന്നുള്ളത്. ഈ ലോകത്ത് ടി വി കണ്ടുപിടിച്ചിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ സാധാരണക്കാരന് TV ആക്സസിബിലിറ്റി കിട്ടിയിട്ടുള്ളത്? മനസ്സിലായോ? ഈ കറണ്ട് കണ്ടുപിടിച്ചിട്ട് എത്ര കാലത്തിന് ശേഷമാണ് കറണ്ട് വന്നിട്ടുള്ളത്? പിന്നെ ഈ സ്മാർട്ട് ഫോൺ കണ്ടുപിടിച്ചിട്ട് എത്ര കാലത്തിന് ശേഷമാണ് എന്തെങ്കിലും സ്മാർട്ട് ഫോൺ എന്നുള്ളത്? ജിയോൻ്റെ സിം ചൈനയിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ എത്ര വർഷം കിട്ടല്ല ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? പക്ഷേ ജനറേറ്റീവ് എന്നുള്ള ടെക്നോളജി, ChatGPT, OpenAI എന്നുള്ള കമ്പനി തുടങ്ങിയിട്ട് നമുക്ക് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഫോൺ കൂടെയൊക്കെ സാധനം വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടാണ് ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഞാൻ സ്ട്രോങ്ലി പറയാണ്, ഇതിനെ യൂട്ടിലൈസ് ചെയ്യാത്ത കുട്ടികളുണ്ട്. ഈ സാധനം ഇത്രയും അടിപൊളി സാധനം ഫ്രീ ആയിട്ട് മേ ബി ഫ്യൂച്ചറിൽ കാശാവും കേട്ടോ. ഫ്യൂച്ചറിൽ നമ്മൾ അതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരെന്തുണ്ടാവും? കാശാക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI ഉണ്ട്. ആരെങ്കിലും അറിയില്ലേ? അത് ഒരു വർഷത്തേക്ക് പ്രീമിയം സാധനം. ജെമിനി ആർക്കും അറിയാം? കുട്ടികൾക്ക്, എയർടെൽ യൂസേഴ്സിന് ഫ്രീയാ. ഈ ജെമിനി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു AI ഉണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ AI കമ്പനീസ് ഒരുപാടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിൽ വിപ്ലവം കൊണ്ടുവന്നാണ് OpenAI എന്ന് പറഞ്ഞ സാധനം. ChatGPT എല്ലാവരും വിചാരം ChatGPT ആണ് AI എന്നുള്ളത്. അതല്ല, ChatGPT AIൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഉള്ളതാണ് ഗൂഗിൾ, അതിൻ്റെ കൂടെ ഒന്നാണ് ജെമിനി. ആദ്യം അതിൻ്റെ പേര് എന്തായിരുന്നു? ഗൂഗിൾ ബാർഡ് ആയിരുന്നു. ഗൂഗിൾ ബാർഡ് എന്നുള്ള പേര് അവരെന്തുണ്ടാക്കി? ജെമിനി AI എന്നാക്കി. പിന്നെ പെർപ്ലെക്സിറ്റിൻ്റെ ഉണ്ട്. ഇപ്പോൾ എലൺ മസ്കിൻ്റെ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കോക്പൈലറ്റ്, അങ്ങനെ ഒരുപാട് AI സാധനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസിന് ഒരു വർഷത്തേക്ക് ഫ്രീ ആണ് ജെമിനി. നിങ്ങളുടെ ഫീസിൻ്റെ റെസിപ്റ്റും ID കാർഡും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്താൽ അടിപൊളിയായിട്ടും പ്രീമിയം സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് 18,000 രൂപയുടെ സാധനം ഒരു വർഷത്തേക്ക് 18,000 20,000 രൂപയുടെ ചാർജ് വരുന്ന സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് അറിയാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അറിയാത്തവർ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടോ നമുക്ക് മേടിക്കണം എന്നുള്ളത്. നിങ്ങൾ കോളേജിൽ പോയി ചോദിച്ചാൽ മതി, എനിക്ക് ഫീസിൻ്റെ റെസിപ്റ്റ് വേണം, എനിക്കത് എടുക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗം കുട്ടികളുണ്ട്. അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നല്ല പറഞ്ഞത്, സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞേ, നിങ്ങളൊരു ബിസിനസ് മുതലാളിയാണ്. ഈ ബിസിനസ് മുതലാളിയായിട്ടുള്ള നിങ്ങളെ കടയ്ക്ക് ഒരു വേക്കൻ്റ് ഉണ്ട്.
10 ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വന്നേക്കാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിപൊളി ആൾക്കാരല്ലേ ചൂസ് ചെയ്യുക അല്ലേ? അത് അടിപൊളി ആകാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അല്ലേ? അല്ല നമുക്ക് ആ കമ്പനി കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ജോലി കിട്ടാത്തതിന് കുട്ടികൾ പറയുന്ന കാര്യം ആ കമ്പനിയുടെ ഇൻ്റർവ്യൂ ശരിയല്ല, ഇൻ്റർവ്യൂവിനോട് ചോദ്യം ചോദിച്ച് ശരിയായില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടിയില്ല, എക്സ്ക്യൂസ് നമ്മൾ നന്നായിട്ട് പറയും. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു നെതർലാൻഡിൽ ഫുട്ബോൾ പ്ലെയർ ഉണ്ട്, അടിപൊളി ആളെ പേര് എനിക്ക് വാൻ പേഴ്സിയിട്ട് ക്യാമ്പ് കഴിഞ്ഞിട്ട്, വാൻ പേഴ്സി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്ലെയർ ആട്ടോ, ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. ഇയാളെ മോന് ക്ലബിൽ സെലക്ഷൻ കിട്ടിയില്ല. എന്നിട്ട് കാറിൽ റിട്ടേൺ എടുത്ത് വരുമ്പോൾ കുട്ടി പറയാണ് ക്ലബിൽ അത് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ക്ലബ്ബേരിനെ വേണിച്ചിട്ട് ഇതിൻ്റെ കഴിവ് ഇതാക്കിയില്ല. അതൊന്നും നല്ല സത്യം. അവൻ പറഞ്ഞ വെച്ചെങ്കിൽ സത്യം, അവന് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, സെലക്ഷന് കിട്ടാത്തേണ്ടത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക. നിങ്ങളൊരു പരീക്ഷയ്ക്ക്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ ഫെയിലായി, നിങ്ങൾ ആ എക്സാം നടത്തിയ ആൾക്കാരല്ല കുറ്റം പറയേണ്ടത്. ഒരു ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല, നിങ്ങൾ ആ ഇൻ്റർവ്യൂ നടത്തിയ ആൾക്കാരല്ല കുറ്റം പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ മുമ്പിലൊരു പ്രശ്നമുണ്ട്, ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഇന്ന രീതിക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ആൻസർ പറയാനുള്ള രീതിക്ക് ഞാൻ റെഡി ആകണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചെങ്കിൽ ഒരു ഏത് കണ്ടീഷനിലാണ് പോവുകയെന്ന് അറിയാൻ നിൽക്കുക. ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ, നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യന് സ്കൂളിലും കോളേജിലും പോകണോ വിദ്യാഭ്യാസത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ലേണിങ്സിന് വേണ്ടി പോകണമെന്ന് വെച്ചാൽ പോകണ്ടെന്നതിന് ഉത്തരം. കാരണം നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ ഒരാളെ ഒരു വിഭാഗത്തിനെ മോശമാക്കി പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് മാത്സ് പഠിപ്പിച്ചു തരുന്ന ടീച്ചറേക്കാൾ അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ്സുകളില്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ എല്ലാ ടീച്ചേഴ്സിനും മോശമായിട്ടുള്ളതുണ്ട്. കാരണം അവർ അത്രയും നമുക്ക് എന്താ വെച്ചെങ്കിൽ കേരളത്തിലെ ഏറ്റവും അടിപൊളി ടീച്ചറാണ് നമുക്ക് യൂട്യൂബിൽ ക്ലാസ് എടുച്ചെങ്കിൽ നമ്മുടെ കോളേജിൽ വന്ന ടീച്ചർ മേ ബി കാശ് കൊടുത്ത ടീച്ചറാക്കാരം, 40 ലക്ഷം കൊടുത്ത് കയറി ടീച്ചറാക്കാരം. ചിലപ്പോൾ കമ്പം ഉണ്ടാവില്ല, കമ്പം പോയിട്ടുണ്ടാവും. ആ ടീച്ചർ ഒരു മൈൻഡ് സെറ്റോടെ വന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി എന്ത് ചെയ്യാണ്? ഞാൻ എല്ലാവരുടെ കേസും ജനറലൈസ് ചെയ്ത് പറയല്ല, നിങ്ങളെന്ത് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം. ഞാനൊരു കഥ പറയാം. ഈ കഥയിൽ എന്താ വെച്ചെങ്കിൽ 2 കുട്ടികളായിരുന്നു, അബു, പിന്നെ ഒരു പേര് പറഞ്ഞടാ, എന്തെങ്കിലും പേര് പറഞ്ഞ, ബാസിത്തും അബും. നല്ല ചെങ്ങായിമാരാട്ടോ, ശ്രദ്ധിച്ചോളിയും, നല്ല ചെങ്ങായിമാരാ. ഒരു ദിവസം എന്താ പറയുക, അബു ബൈക്കിലിങ്ങനെ പോകുമ്പോൾ ഈ മറ്റേ ഈ ഷോപ്പിൻ്റെ പേരെന്താ, ഹെയർ ഷിപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ട് ബാസിത്ത് ചിരിക്കണുണ്ട്. ബാസിത്ത് നല്ല ചിരിയാണ്. അപ്പോൾ അബു ഓട്ടോമാറ്റിക്കലി ചോദിക്കൂലേ, എന്താടാ ബാസിത്ത് ഇവിടെ നിന്ന് ചിരിക്കണോ ചോദിക്കുമ്പോൾ ബാസിത്ത് പറയാണ്, എടാ ഞാൻ ആ ബസ്സുകാരനെ പറ്റിച്ചു എന്ന് പറഞ്ഞ്. ബസ്സുകാരനെ എന്തിനാണ് ബാസിത്ത് പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അബു ചോദിക്കൂലേ, എടാ ഈ എങ്ങനെയാ പറ്റിച്ചു ചോദിക്കുമ്പോൾ ബാസിത്ത് പറയാണ്, എടാ ഞാൻ കൊപ്പം സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കായിരുന്നു, അപ്പോൾ ഒരു KSRTC ഇങ്ങനെ വരുന്നുണ്ട്, കോഴിക്കോട്ടേക്കുള്ളതാണ്. ഞാൻ അതിൽ കയറിയിട്ട് കണ്ടക്ടറിൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എവിടേക്ക് വെച്ചപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, എത്ര റുപ്യ കോഴിക്കോട്ടേക്ക് കൊടുക്കുന്നത് ഏകദേശം? 80 റുപ്യെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്തുള്ള 80 റുപ്യ കൊടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് വളവൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് സൈഡാക്കിയപ്പോൾ ചാടി ഇറങ്ങി. ആ മണ്ടൻ കണ്ടക്ടർ വിചാരം ഞാനിപ്പോഴും ബസ്സിലുണ്ട് എന്നാണ്. എന്ത് മണ്ടൻ അവനെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കണത്. മനസ്സിലായോ? ശരിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ബസ് കണ്ടക്ടർക്ക് വല്ല നഷ്ടമുണ്ടോ അവൻ ഇറങ്ങിയോണ്ട്? അയാൾ വല്ല മണ്ടനാണോ? അയാൾ എന്തായാലും എണ്ണടിച്ച് ഇങ്ങോട്ട് വണ്ടിയിൽ ആൾക്കാരെ കയറ്റി പോവാണ്. 80 റുപ്യ ലാഭമല്ലേ, ആ സീറ്റിൽ വേറെ ആൾ ഇരുത്തി കൂടെ അല്ലേ? പക്ഷെ ബാസിത്തിന്റെ മൈൻഡിൽ എന്താണ്, ബസ്സുകാരനെ പറ്റിച്ചു. അയാൾ ഇപ്പോഴും ഞാൻ ആ ബസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുകയാണെന്ന്. ബസ്സുകാരന് ഇപ്പം എന്തെങ്കിലും ചിന്ത ഉണ്ട് അതിനെ കുറിച്ചിട്ട്, ഉറങ്ങി ഓനക്ക് പോയി എന്നുള്ളതല്ലേ അല്ലേ? ഇതിൽ ശരിക്കും മണ്ടൻ ബാസിത്തല്ലേ? ഈ ബാസിത്തല്ല കേട്ടോ, വേറെ ബാസിത്താണ്, നമ്മൾ പേരെടുത്തതന്നെ ഉള്ളൂ. ഇനി ഞാൻ ഈ സ്റ്റോറിയിൽ ബാസിത്തിൻ്റെ പകരം ഇവിടെ ഇരിക്കുന്ന കുട്ടികളാവുക. ബാസിത്തിൻ്റെ പകരം ആരാവേണ്ടത്? ഇവിടെ ഇരിക്കുന്ന കുട്ടികളാവുക. ഈ ബസ്സിന് പകരം നിങ്ങൾ പോണ വിദ്യാഭ്യാസ സ്ഥാപനമാക്കുക. ബസ്സിന് പകരം നിങ്ങൾ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാക്കുക. കണ്ടക്ടർ പകരം നിങ്ങളത് ഫീസ് മേടിക്കുന്ന ടീച്ചേഴ്സ് ആക്കുക. ആരൊക്കെയാണ്? ബസ്സിന് പകരം ആരാണ്? നിങ്ങൾ പോണ വിദ്യാഭ്യാസ സ്ഥാപനം. കണ്ടക്ടർ പകരം
നിങ്ങൾ ടീച്ചേഴ്സ് മിനിമം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡിഗ്രി പഠിക്കണമെങ്കിൽ 10,000-12,000 റുപ്യ കൊടുക്കണ്ടേ? അതായത് മാസം 2,000 റുപ്യ അല്ലേ? മാസം 2,000 റുപ്യ അല്ലേ? നിങ്ങളെ വാപ്പാരുമാരും അല്ലെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി 12,000 റുപ്യ നിങ്ങൾ എന്ത് ചെയ്യാണ് ഈ കണ്ടക്ടർ പറഞ്ഞ ടീച്ചേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ബസ്സിൽ കയറി കോഴിക്കോട് എന്നുള്ള ഉദ്ദേശത്തോടെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശത്തോടെ കൊടുക്കണത്. നമ്മളെ കുട്ടികളെ വിരുദ്ധം എന്താണെന്നറിയോ? ഒരു ക്ലാസ് കട്ട് ചെയ്യും, സെമിനാർ എടുക്കൂല, അസൈൻമെൻറ്റ് എടുക്കൂല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റിക്ക് നോക്കൂല. അവരെ വിചാരം എന്നറിയോ? ക്ലാസ് കട്ട് ചെയ്ത അവർ ബിരുദന്മാരെന്ന വിചാരം. ഇവർ ടീച്ചർമാരെ പറ്റിക്കുക എന്നാണ് പാവങ്ങളെ വിചാരം. പക്ഷെ ശരിക്കും അവർ ആരെ പറ്റിക്കണത്? ആ കുട്ടികളെ പറ്റിക്കണത്. ഈ ബസ്സിൽ പറഞ്ഞ കഥ പോലെ ശരിക്കും മണ്ടന്മാരാ. ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ് കയറിയില്ല, ഒരു കുട്ടി ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോയി, അല്ലെങ്കിൽ എന്താ പറയുക, ആ കുട്ടി സെമിനാറും പ്രസൻറ്റേഷനും എക്സാമും ഒന്നും കറക്റ്റ് പഠിക്കാതെ എഴുതി അല്ലെങ്കിൽ ഇതാക്കി. അവർ വിചാരം എന്നറിയോ? ടീച്ചേഴ്സിനെ പറ്റിക്കുക എന്നാണ്. ശരിക്കും നിങ്ങൾ പറ്റിക്കണ ആരെന്നറിയോ? നിങ്ങളെയാണ്. ടീച്ചർമാർക്ക് വല്ല നഷ്ടമുണ്ടോ? നിങ്ങൾ ക്ലാസ് കയറി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിന്ന് ഫീസ് പഠിക്കണം, മാനേജ്മെൻറ്റിനുള്ള പ്രശ്നം കേട്ടോ, നഷ്ടമുണ്ടോ? ഇത് ആരുടെ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളത്? അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പഠിച്ചിട്ട് മുന്നേറാന്നല്ല പറഞ്ഞത്? നിങ്ങൾ കോളേജിൽ പോയിട്ട് നേടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ നേടിയില്ലെങ്കിൽ ആർക്കാ നഷ്ടം? ശരിക്കും നിങ്ങൾ എന്താ ചെയ്യണം അറിയോ? നിങ്ങളെ സ്വയം മണ്ടന്മാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മണ്ടത്തിൽ നിങ്ങൾ പൊഞ്ഞാര കുട്ടികളെ നിങ്ങൾ നിൽക്കരുതേന്. കാരണം കോമ്പറ്റേറ്റീവ് വേൾഡാണ്. ഞാൻ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ നെഗറ്റീവ് ആക്കാനോ എന്നല്ല പറഞ്ഞത്. കോമ്പറ്റേറ്റീവ് വേൾഡാണ്, മത്സരമാണ് മാർക്കറ്റിൽ. ഒരു 20-22 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 20-22 ഇപ്പം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ കുറേ മെസ്സേജ് എന്താ അറിയോ? സാർ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് ബോയ് ആണ്, +2 കഴിഞ്ഞു, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വല്ല കോഴ്സുണ്ടോ? ഇതെന്തെന്നറിയാം? മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഒരു ജോലി ഉണ്ടെങ്കിൽ മുട്ട എടുക്കാമല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഈ പാവങ്ങളെ പറഞ്ഞ് തള്ളിടാൻ വേണ്ടിങ്ങാണ്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഈ +2 കഴിഞ്ഞിട്ട് അജണ്ട എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പോസിഷൻ തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പാരലി ചോദിക്കണം, നാളെ പറയരുത്, ഇന്നതിനെ ചോദിക്കണ്ടേ. +2 കഴിഞ്ഞു, 6 മാസത്തെ കോഴ്സ്, അല്ലെങ്കിൽ 21 വയസ്സ് ലൈഫ് സെറ്റ്. ഞാൻ ഇത് ലൈവ് ഉണ്ടോ? ഞാൻ ആ പൊളിറ്റിക്കലി ഇതാണ്ട. ഓക്കെ, ഇത്ര വയസ്സ് ലൈഫ് സെറ്റ്. ഞാൻ ചോദിക്കട്ടെ, ആകെ ഒരു കുട്ടിയുള്ളൂ എന്ത് ചെയ്ത് 21 വയസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു കുട്ടി ആ എക്സാം 21 വയസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അറിവിൽ കേട്ടോ. മേ ബി ഇനി എൻ്റെ ക്യാമറ എൻ്റെ അറിവിൽ, ഇനി അതിലൊരു പ്രശ്നം വരണ്ട. ആ 21 വയസ്സിൽ ലൈഫ് സെറ്റായ കുട്ടി ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ആളുകളുടെ സ്റ്റാഫായി. മനസ്സിലായല്ലോ? 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കുട്ടി ആ എക്സാം പാസ്സായിട്ടുണ്ട്, സത്യമാണ്. ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ ആ കമ്പനിയുടെ സ്റ്റാഫാണ്. കാരണം ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ 21 വയസ്സിൽ സെറ്റാവെന്ന് പറഞ്ഞല്ലേ, എവിടെ സെറ്റായിക്കണത്? എന്താ ഈ കുട്ടി ഇതാ 21 വയസ്സിൽ പാസ്സായിക്കണു. ആകെ ഒരു കുട്ടിയെ പാസ്സായിട്ടുള്ളൂ. അതാണ് ഇത്രയും ഞാൻ പറയണമെന്ന് എന്താ വെച്ചെങ്കിൽ, നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത്. ദയവ് ചെയ്ത് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത്. കാരണം സ്കാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, പറ്റിക്കുകയാണ്. ഇത് ഞാൻ പറയണത് എങ്ങനെയാണെന്ന് അറിയോ? ഈ 6 മാസത്തെയും 3 മാസത്തെയും കോഴ്സ് പഠിച്ചിട്ട് ഒരു കുട്ടി മാർക്കറ്റിൽ ഇറങ്ങി, സമ്മതിച്ചു, +2 കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് ഓൻ പഠിച്ചിറങ്ങി. ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ് പഠിച്ചിറങ്ങി. അപ്പോൾ രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റായി. നിങ്ങളൊരു മുതലാളിയാണ് വിചാരിക്കുക, നിങ്ങളൊരു മുതലാളിയാണ്. നിങ്ങളുടെ മുമ്പിൽ ഫൈനൽ റൗണ്ടിൽ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ +2 കഴിഞ്ഞ് കണ്ട ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വന്നോനും മറ്റേ ഡിഗ്രി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വന്നു. നിങ്ങൾ ആർക്കാ ജോലി കൊടുക്കുക? ഡിഗ്രി ഇവനക്ക് ജോലി കൊടുക്കുള്ളൂ. അപ്പോൾ പറയും സ്കില്ല്, ഈ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പായി. ഞാൻ പറയട്ടെ, ഇവനക്കും ഈ ഡിഗ്രിക്കാരൻ സ്കില്ലില്ല, നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? അപ്പോൾ ഇതെന്താ സംഭവിച്ചെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെ കോളേജിൽ പോകണ്ട, കോളേജിൽ പോയിട്ട് 3 വർഷം വേസ്റ്റ് ചെയ്യാണ്. ഞാൻ ഈ പറയണ 3 വർഷം വേസ്റ്റായി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇൻവോൾവ് ആയാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടിയിൽ ഇൻവോൾവ് ആയാനോ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ, ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് കോളേജിൽ പോയണ്ട. എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് കോളേജിൽ പോയണ്ട. ഈ കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ എന്താണെന്നറിയോ? ക്ലാസ്സിൽ കറക്റ്റ് കയറൂല, അവിടെ പരിപാടിക്ക് ഒന്നും നിൽക്കൂല, ഓല അവരെ മൂലക്കൂടി വരും, അങ്ങനെ പോവും. അങ്ങനത്തെ ഒരു കോളേജ് കിട്ടൂല. അങ്ങനത്തെ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള കുട്ടി കോളേജിലേക്ക് പോകണ്ട കേട്ടോ. കാരണം 3 വർഷം പോവുകയാണ്, ഞാൻ സമ്മതിക്കണു. പക്ഷേ നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികളൊക്കെ പറയണമെന്നറിയോ? നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇത്ര പഠിച്ചാൽ ഈ കോഴ്സിന് വന്നോ. പിന്നെ അവർ കാണിക്കണ വേറെ സംഭവം, ഈ കുട്ടികൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലംബോർഗിനി അല്ലെങ്കിൽ വലിയ 5 സ്റ്റാർ ഹോട്ടൽ, ഭയങ്കര ലക്ഷറി ലൈഫ് കാണിക്കും. എന്നിട്ട് ഇത് കാണിച്ചിട്ട് നിങ്ങൾ റാറ്റ് റൈസിൽ നിന്ന് പുറത്ത് വരണം, മെട്രിക്സിൽ നിന്ന് പുറത്ത് വരണം എന്നൊക്കെ പറയും. ലാസ്റ്റ് നമ്മൾ മെസ്സേജ് അയച്ച് പോയിക്കുന്ന സംഭവം എന്ന് പറയാം, അവരെ കോഴ്സ് ട്രേഡിങ് കോഴ്സ് എന്ത് ചെയ്യേണ്ടി വരും?
നമ്മൾ എടുക്കേണ്ടി വരും. ഈ ട്രേഡിംഗ് കോഴ്സ് പാവങ്ങൾ നിങ്ങൾക്ക് ഇനി വാ, ഞാൻ ഇതൊക്കെ എങ്ങനെ എനിക്ക് നിങ്ങൾ എടുക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറയണം തോന്നി. ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ഒരുപാട് സെല്ല് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാടുണ്ട്. ഈ സെബി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആർക്കെങ്കിലും സെബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ ഷെയർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സംവിധാനം. അവർ പറയണത് ഇന്ത്യയിൽ റീറ്റെയിൽ ഓപ്ഷൻ ട്രേഡിംഗ് നടത്തുന്ന 93 ആളുകളും ലോസാണ്. 100-ൽ 7 പേർക്ക് മാത്രമേ എന്തുള്ളൂ ലാഭമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സാധനം കാണിച്ചിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പറ്റിക്കണത്. എഡ്യൂക്കേഷൻ്റെ മറവിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എല്ലാ കോഴ്സിലും പറ്റിക്കലുണ്ടോ ചോദിച്ചാൽ പറ്റിക്കലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നവിടെ പഠിച്ചിറങ്ങിയിട്ട് ഉള്ള ആളുകളോട് ചോദിക്കുക. ഇപ്പം എന്നെ കുറിച്ചിട്ട് അല്ല, ഞാൻ പഠിച്ച കോളേജിനെ കുറിച്ചിട്ട് എന്നോട് കുട്ടി വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുകൊടുക്കൂലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ പഠിച്ചിറങ്ങിയ ആളോട് സംസാരിക്കുക, അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ ടീച്ചേഴ്സിനോട് സംസാരിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ഐഡിയ കിട്ടുള്ളൂ. ജോഹർ എത്ര സമയം വരെ ഉണ്ടോ? 12 വരെ സമയമോ? സമയം കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. എഡ്യൂക്കേഷൻ പ്ലസ് AI എന്നുള്ള ടോപ്പിക്കിലാണ് ഞാൻ സംസാരിച്ചത്. എഡ്യൂക്കേഷൻ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. AI കുറിച്ചിട്ടും ഇതിലുള്ളൊരു സാഡ് റിയാലിറ്റി എന്താ വെച്ചെങ്കിൽ, ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഇവരൊക്കെ പറയുന്നത് ഇപ്പം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോബുകൾ ഫ്യൂച്ചറിൽ ഒരു 10 വർഷത്തിന് ശേഷം ഉണ്ടാവണം എന്ന് ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ മക്കളൊക്കെ ഓരോ കോഴ്സ് പഠിക്കുന്നുണ്ടല്ലോ. ഈ കോഴ്സ് പഠിക്കുന്നൊരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ? ആ ജോലി 50% റീപ്ലേസ് ചെയ്യപ്പെടും ഫ്യൂച്ചറിൽ. പണ്ട് ടൈപ്പ് റൈറ്റിങ്ങിന് ജോലിക്ക് പഠിച്ചിരുന്ന ആളുകൾ ഉണ്ടാവില്ലേ? പണ്ട് ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞാണ്ട് പോയിന്നില്ലേ? ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ജോബുകളുണ്ടോ? ഇല്ല. അപ്പം ഇതുപോലെ ഒരുപാട് ജോലികൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യപ്പെടും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടി ഡെവിൻ എന്ന് പറഞ്ഞ ഒരു AI വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ ബിൽഡിങ്ങാണ്. ഇനി അടുത്ത നമ്മളെ കുട്ടികൾ കോഡിങ്ങിന് പോകുന്നുണ്ട്. കുറേ കുട്ടികൾ അല്ലേ? കോഡിങ്ങിൽ എന്താ പൈത്തന്, ഫുൾ സ്റ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഈ കോഡിംഗ് എന്നുള്ളത് ഒരു ആ ഒരു ആപ്പ്, ആ സംഭവത്തിൽ അതിൻ്റെ ടോപ്പ് കമ്പനി ഉണ്ട്, NVIDIA എന്ന് പറഞ്ഞൊരു കമ്പനി. NVIDIAൻ്റെ CEO പറയണത് എന്താണെന്നറിയോ? ഫ്യൂച്ചറിൽ കോഡിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവുന്ന പറയുന്നത്. എന്താവുന്നത്? ഇപ്പം നമ്മൾ ഈ മറ്റേ ഒരു ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്ത് കോഡ് ഉണ്ടാക്കേണ്ട, അത് ഇംഗ്ലീഷാണ്. നമ്മൾ എന്ത് ചെയ്താൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തതുമായി അതിനിടെ വെബ്സൈറ്റ് വിത്ത് കളർ ഓഫ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇൻ ദ കോർണർ സൈഡ് ഓഫ് ഹോം ബട്ടൺ, അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സിമിലർ ആയിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആരാ പറഞ്ഞറിയോ? ഈ ചിപ്പുകൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കൊണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കലി വന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് പറഞ്ഞിട്ട് പരസ്യം ഏഷ്യാനിലൊക്കെ പരസ്യം ഉണ്ടാകുന്നു. അതുപോലെ എനിക്കും കൂടെ ഒരാൾ, നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൽ അടിപൊളിയാവുക, അതിൽ ഉണരുക, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇമ്മാർ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വാപ്പാർ പറഞ്ഞു കൊടുക്കണം. ഈ എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകണം, എനിക്ക് ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹം. ഇപ്പോൾ ഒരു കുട്ടി വരാണ്, ഇമ്മ എനിക്ക് ഫ്യൂച്ചറിൽ അക്കൗണ്ടൻ്റ് ആവണം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആവണം, അല്ലെങ്കിൽ HR ആവണം. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഒരു ദിവസം രാവിലെ ഫുഡ് ഉണ്ടാക്കണം, മെനു ഓണാക്കിയിട്ട് പറയാം HR ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്. ഇത് ചോദിച്ചു ഉത്തരം പറഞ്ഞു തരേ. ഒരു 50-30 വർഷം കഴിഞ്ഞാൽ നിൻ്റെ ഒരു ഫോർകാസ്റ്റിങ്ങിൽ ഡാറ്റ വെച്ചിട്ട് എന്താവും എഡ്യൂക്കേഷൻ്റെ കാര്യം, HR ഫീൽഡുകൾ ഉണ്ടാവുമോ? അപ്പോൾ ഉത്തരം പറഞ്ഞു തരുവേ. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിക്ക് ഞാൻ ഫൈനലി ഒരു കാര്യം പറയാണ്. എനിക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിനെ ഇങ്ങനെ കുറേ നേരം പൊക്കണുണ്ട്. അതിൽ വേറെ പോരാൻ കൂടെ ഉണ്ട്. ഞാനത് ഓപ്പൺലി പറയണമെന്ന് തോന്നരുത്. ഈ ക്യാമ്പസ് പൊളിറ്റിക്സിൽ ചെയ്തിട്ട് ലൈഫ് കോനാട്ടാക്കിയ ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേരെ. ഇപ്പം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ സംഭവമുണ്ട്. ഇപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ നെറ്റ് ക്ലിയർ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ യൂണിവേഴ്സിറ്റി PG എടുത്തു, ഡ്യുവൽ PG ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെ? ഗ്രേറ്റ്, അത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാവരുടെ കേസും ആ ഒരു മൈൻഡ് സെറ്റിക്ക് ഞാൻ പറഞ്ഞുതരാം. കേസിൽ വിട്ട് കഷ്ടപ്പെടുന്ന എനിക്കറിയുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കേസ് പെടണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങളെ സ്വന്തം കാര്യം എന്ത് ചെയ്യുക, നോക്കുക. അതിൻ്റെ കൂടെ നാട്ടിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം, സമയത്ത് പഠിക്കണം.
നിങ്ങൾ ആലോചിച്ചൊക്കെ അടിപൊളിയായിട്ട് +2 ഞാൻ എൻ്റെ ലൈഫിലെ എക്സാമ്പിൾ പറയാം. അടിപൊളിയായിട്ട് +2 ക്യാമ്പസ് പൊളിറ്റിക്സ് നന്നായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾക്ക് സംസാരിച്ചെടുത്തുണ്ട്. ഓൻ +2 ഫെയിലായി, അവന് കോളേജ് ചേരാൻ പറ്റിയില്ല. ഓൻ്റെ എന്താ സംഭവിച്ചേ? ഓന് ക്ലാസ്സിലും കയറാതെ ബാക്കിയുള്ള സമയത്ത് കുട്ടികൾക്ക് വേണ്ടി നടന്നു, അവൻ്റെ കാര്യം മറന്നു. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ CH അല്ലെങ്കിൽ ഇപ്പോൾ MLA ഇവരൊക്കെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ലീഡേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ച് വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ അക്കാദമിക്സിനോട് ഫോക്കസ് കൊടുക്കുക. ഇനി ഞങ്ങളോട് വേറെ കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഇമാജിനേഷൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഇമാജിനേഷൻ ചെയ്യുക, ഈ ക്യാമ്പസ് പൊളിറ്റിക്സിൽ MSF മാത്രമേ ഉള്ളൂ. SFI ഇല്ല, KSU ഇല്ല, ABP ഇല്ല, ഒന്നുമില്ല. MSF മാത്രമേ കേരളത്തിലെ ഒരു ക്യാമ്പസിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഈ ഇവിടുത്തെ യൂണിറ്റിനെ, പട്ടാമ്പി യൂണിറ്റിനല്ല പറയണത്. ഇപ്പോൾ ആൾക്കാരെ തോട്ടം എന്തെന്നറിയോ? SFIനെ എതിർക്കണം, KSUവിനെ എതിർക്കണം, അല്ലെങ്കിൽ ABP SFIക്കാർക്ക് MSFനെ എതിർക്കണം. നിങ്ങളെ തോട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി അടിപൊളി ലീഡേഴ്സും അടിപൊളി ആളുകളാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണവരോ കുട്ടികളുടെ പ്രശ്നം എന്താ? ഇപ്പോൾ KTU യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ മാർക്കില്ല, കുട്ടിക്ക് മാർക്കില്ല, കുട്ടി പരീക്ഷ എഴുതിക്കൊണ്ട് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഒരു മീഡിയ വണ്ണിൽ ന്യൂസ് ഉണ്ടായിരുന്നു, എത്ര വർഷം കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്തുണ്ടായി സർട്ടിഫിക്കറ്റിന് വന്നത്. ഒരു കുട്ടിയുടെ മാർക്ക് ഷീറ്റിൽ നിന്ന് റീവാലുവേഷൻ കൊടുത്തപ്പോൾ പേപ്പറിലുണ്ട്. ഇതിനെതിരെ സംസാരിക്കണം. ഞാൻ അതാ പറയുന്നത്, സംസാരിക്കണം. മാറ്റി നിങ്ങളെ കൊണ്ടുവരേണ്ടത്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു കൂട്ടത്തിലൊരു എക്സാമ്പിൾ അല്ല, നിങ്ങളൊരു 5 പേരുണ്ട്, 5 ഒരുത്തന് ക്ലാസ്സിൽ തീരെ കയറുന്നില്ല, നിങ്ങൾ ഇടപെടണം, ക്ലാസ്സിൽ കയറി പഠിക്ക്. കാരണം നിങ്ങളെ നിയതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ MSF അല്ലെങ്കിൽ KSU അല്ലെങ്കിൽ SFI ABP അങ്ങനെ സോ കോൾഡ് ഏത് പൊളിറ്റിക്സ് അവരുടെ മെയിൻ ഒരു നിയത്ത് എന്താ? ഇവരൊക്കെ മെയിൻ ഗോൾ എന്താ? MSFന്റെ മെയിൻ ഗോൾ എന്താ? വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക്. വിദ്യാർത്ഥികൾ എവിടെ പ്രശ്നം ഉണ്ടാകും? പഠിക്കാതിരിക്കുമ്പോഴല്ലേ പ്രശ്നം. അവരെ പഠനത്തിന് എഫക്റ്റ് ചെയ്യണമല്ലോ പ്രശ്നം. അപ്പം നിങ്ങളൊരു നേതാവ് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു അണി മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ പഠിക്കുന്നുണ്ടോ, അവനക്ക് ഫ്രീ കോച്ചിങ് കൊടുത്തൂടെ ഓൺലൈനിൽ? നിങ്ങൾ ചെയ്യുന്നുണ്ടാവട്ടെ, ഞാൻ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ഒന്നുകൂടി അടിപൊളിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യണ്ട. നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങൾ അടിപൊളിയാവും, കുട്ടികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യത കിട്ടും. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരെ, ഇപ്പം നമ്മളെ ചില നേതാക്കന്മാരെ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവും, എല്ലാ പാർട്ടിയിലും ഉണ്ട്, ബാക്കിയുള്ള പാർട്ടീനെ കുറ്റം പറയലും മാത്രമേ ചെയ്യുള്ളൂ, അവരൊന്നും ചെയ്യൂല. എല്ലാ പാർട്ടിയിലുണ്ട്, ഞാൻ അങ്ങനെ ഒരു ഇതാക്കി പറയില്ല. നിങ്ങളെ സമയത്ത് എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കണ്ട കാര്യങ്ങൾ അവർ വോട്ട് ചെയ്യൂലേ? ഒരു പ്രശ്നത്തിന് വന്നിട്ടുണ്ടാവില്ലേ? ഇപ്പം എൻ്റെ കൂടെ അസ്ലമിൻ്റെ സീനിയർ, നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ നാഷണൽ അസ്ലം MT എന്ന് ഇറങ്ങാൻ എൻ്റെ സീനിയറാ. ഒന്ന് ആലോചിച്ചൊക്കെ, എന്ത് പ്രശ്നത്തിനും എന്താണ് അസ്ലം ഉണ്ടാവും. അസ്ലം ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ചത്. ഇപ്പം നാദിർ ഷാ അഡ്വക്കേറ്റാണ്, എൻ്റെ സീനിയറാ. ഞാൻ പറഞ്ഞ അഷീം, ഇപ്പം എൻ്റെ പാർട്ണർ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലേ, മുഹമ്മദ് റഫീഖ്, ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. MSFൻ്റെ എൻ്റെ പാർട്ണറാണ്. ഞങ്ങൾ 2 പേരും കൂടി തുടങ്ങിയിട്ടുള്ളത്. മുപ്പര് MCA കഴിഞ്ഞ ആളാണ്. അക്കാദമിക്കലി ഇപ്പോൾ കുട്ടികളെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ആളെന്നുണ്ടാവും, മുമ്പിലുണ്ടാവും. പക്ഷെ ആളെന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ഗ്രോത്തും നിങ്ങൾക്കൊരു ഫ്യൂച്ചറും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ നിങ്ങളും പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരല്ല, ആദ്യം മനസ്സിലാക്കുക. പാസ്സാവുന്നുള്ള കാര്യത്തിൽ ഇപ്പം നിങ്ങൾ ഡിഗ്രിയും PG യും UG ഒക്കെ പഠിക്കണം, പാസ്സാവല്ല പണിയുണ്ട്. അപ്പോൾ അത് കാലത്ത് ഒരു പണിയില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെറും 34 മാർക്കൊക്കെ മതി, 20 മാർക്ക് ഇന്ത്യയിൽ കിട്ടിയ പാസ്സാവാനൊരു പണിയില്ല. എന്നിട്ടും കുട്ടികൾ തോൽക്കുകയാണ്. ഇതിൻ്റെ കാരണക്കാരാ? വെറും നിങ്ങൾക്ക് ഞാനൊരു സത്യം പറഞ്ഞു തരട്ടെ, നിങ്ങൾ പേരൻസിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഇയാൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ തോന്നിയത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം എത്ര നിങ്ങൾക്ക് അറിയില്ല, 4 ഇയറിൻ്റെ, അതിന് മുമ്പ് 34 മാർക്ക് മതി പാസ്സാവാൻ. 100ൽ 34 മാർക്ക് മതി പാസ്സാവാൻ കേട്ടോ. ഈ 34 മാർക്കിൽ 20 മാർക്ക് ഓലിക്ക് കോളേജ് പഠിക്കണ സമയത്ത് തന്നെ കിട്ടും. വെറും 14 മാർക്ക് മതിയായിരുന്നു പാസ്സാവാൻ. ഇന്ത്യയിൽ കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 80ൽ 14 മാർക്കായി ജയിക്കാൻ ഭയങ്കര സുഖമല്ലേ? നിങ്ങളിനി കുട്ടികൾ ചോദിക്കുക എത്ര പേര് പാസ്സായിച്ചോക്കാം, എന്നിട്ടും പാസ്സാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന MSF എന്നുള്ളതല്ല, നിങ്ങളൊരു വിദ്യാർത്ഥി നേതാവ്, നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന അവസരമാണ് അവിടെ. നിങ്ങൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാർക്കറ്റിൽ, അല്ലെങ്കിൽ നിങ്ങളെ കോളേജിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാനും, നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സിനെ ലീഡർ എന്നുള്ള ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് നല്ല വിജയിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ കണ്ണടക്കുക. നിങ്ങളെ സമയത്ത് മറ്റവരെന്താ ക്ഷീണ് നോക്കണം, അതിന് ഓപ്പോസിറ്റ് നിൽക്കുക, അത് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾ ഇതുകൂടി ഫോക്കസ് ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്. എനിക്ക് 12 വരെ സമയം തന്നിട്ടുള്ളൂ, 20 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തു. സോറി ഫോർ ദ കൺഫ്യൂഷൻ ആൻഡ് ഇൻകൺവീനിയൻസ്. ആൻഡ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജൗഹർ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ജൗഹറിന് സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എന്നോട് അറിയുന്ന പോലെ പറഞ്ഞുതരാം. എനിത്തിങ് ഒന്നുമില്ലേ? അങ്ങനെ പറയരുത്, എന്തെങ്കിലുമൊക്കെ ചോദിക്കേ.
ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു വികാരമല്ലല്ലോ നിങ്ങൾക്ക്. എന്തെങ്കിലും മനസ്സിലായി? എന്തെങ്കിലും കിട്ടിയോ? ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതിൽ ഇപ്പം ഈ കാണുന്ന രണ്ടർത്ഥം ഉള്ളത്. ഒന്നിൽ ഞങ്ങൾക്ക് ചോദിക്കണം, ഞങ്ങൾ ചോദിക്കൂല, ഞങ്ങൾ തെറ്റിക്കാന്ന് പറഞ്ഞിരിക്കണ പോലെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കിട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം. കാരണം നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട, പള്ളി ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഒന്നുമില്ല, ഒന്നും ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഫൈനൽ ഞാൻ പറയാണ്, ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാം, നിങ്ങൾക്ക് MNC കമ്പനി പോവുക, ഗവൺമെൻറ് ജോബിന് പോവുക, എല്ലാം ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ മുമ്പിൽ എന്താണ്, ഓപ്പൺ ആണ്. നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു നെയ്യത്തും നല്ലൊരു ഗോളും, ആ ഗോളിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. ആ പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യുക, മുന്നേറുക. ഇനി ഞാനിവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾ അക്കാദമിക്കലി ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും എന്നെ കണക്ട് ചെയ്യുക. ചെർപ്പശ്ശേരി ഒരു 3000 സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം പ്രീമിയം ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെ അടിപൊളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരാം, ഫീസൊന്നും വേണ്ട. അത് ക്ലാസ്സിനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അക്കാദമിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യം, നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പോ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പരമായിട്ട് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്തോളും. എന്നോട് പറ്റുന്ന ഹെൽപ്പ്, ഫിനാൻഷ്യലല്ല, കാശ് എന്നോട് തരാൻ പറ്റുന്നുണ്ടാവില്ല, ബാക്കിയുള്ള എല്ലാ സഹായം ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ റാത്താവട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.